ട്രിനിറ്റി അല്ല, ഏകത്വമല്ല, ബഹുത്വമല്ല, സ്നാനമല്ല, ഇതൊന്നും എൻ്റെ സബ്ജക്റ്റ് അല്ല. ബൈബിളിൽ ഉണ്ട്, സത്യമായിട്ട് നാം മനസ്സിലാക്കിയാൽ നല്ലത്. പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ്. ഞാനൊരു ബിസിനസ്സുകാരനാ. ലാഭം ഇല്ലാത്തതിൽ ഒരു ഞാൻ കളിക്കാൻ പോവില്ല. സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത നീ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നോ, ഏകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നോ, ബഹുത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നോ, എങ്ങനെയാണ് സ്നാനപ്പെട്ടതൊന്നും അല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത. യേശു കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ചിനൊരു ചിന്തയില്ല, ദൈവദാസന്മാർക്കൊരു ചിന്തയില്ല, അതുകൊണ്ട് ദൈവ മക്കൾക്കൊരു ചിന്തയില്ല. പിശാച് ദൈവയിഷ്ടം എന്തെന്ന്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വിസയായ യേശു ക്രിസ്തു പറഞ്ഞ ദൈവയിഷ്ടം എന്തെന്ന് സഭകൾക്ക് മറച്ചു വെച്ചിരിക്കുന്നു. പകരം അവർക്ക് പാട്ട് കൊടുത്തു, ആരാധന കൊടുത്തു, പ്രാർത്ഥന കൊടുത്തു, ഉപവാസം കൊടുത്തു, ദൈവയിഷ്ടം മറച്ചു. അതുകൊണ്ട് ആ ദൈവയിഷ്ടം പബ്ലിക്കിന്, ദൈവസഭയ്ക്ക് വെളിപ്പെടാൻ, ദൈവ ഇഷ്ടം എന്ന സബ്ജക്റ്റിൽ ഡിബേറ്റ് ചെയ്യുവാൻ ഏതെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ കം ഓൺ ഫോർവേഡ്. റോമ 8:29 ദൈവത്തിന്റെ ആഗ്രഹം, അപ്പന്റെ ആഗ്രഹം, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരണം. അതിനായി നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരന്മാരായി മാറും, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറും. ഇതൊന്നും ചർച്ചിൽ പറയാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം ഒരിക്കലും നമുക്ക് ക്രിസ്തുവിന്റെ സഹോദരന്മാരായി മാറില്ലെന്നാണ് അവർ നമ്മൾ പറയുന്നത്. ക്രിസ്തുവിന്റെ സഹോദരന്മാരായി മാറില്ല. എങ്ങനെയാണ് അത്യുന്നതനായ ദൈവത്തിന്റെ ബ്രദർ ആകുന്നത്? എങ്ങനെ? ഹൗ ക്യാൻ യു ബിക്കം ദ ബ്രദർ ഓഫ് ദ ഗോഡ് ഓൾമൈറ്റി? തെറ്റായി പഠിപ്പിച്ചതിന്റെ ഭവിഷ്യത്തായി ഇതൊക്കെ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ദൈവമക്കളുടെ പ്രവർത്തന രീതി അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സാത്താനും കൂട്ടി ഇളകുകയാണ്. ദൈവമക്കളുടെ പ്രവർത്തന രീതി ശ്രദ്ധിക്കുക, ത്രിയേകമാണ്. എന്തുകൊണ്ട് ഷാജി ബ്രദർ ട്രിനിറ്റി പ്രസംഗിക്കുന്നു? എപ്പോഴും ഒരു ദൈവ പൈതലിന്റെ പ്രവർത്തന രീതി ത്രിയേകമാണ്. ത്രിയേകം എന്ന വേർഡ് ബൈബിളിലില്ല, പക്ഷെ ത്രിയേകം എന്ന പ്രവർത്തനം ബൈബിളിലുണ്ട്. വീണുപോയ ഒരു മനുഷ്യന്റെ പ്രവർത്തന രീതി ഏകമാണ്. ഇറ്റ്സ് എ ടെക്നോളജി, സ്പിരിച്വൽ എഞ്ചിനീയറിംഗ്. You can do everything by yourself, but I cannot. I am starting from my heavenly Father. Hallelujah. How? Through His Spirit. തന്റെ ആത്മാവിനാൽ. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ത്രിയേകം. ഇതാണ് നമ്മുടെ പ്രവർത്തന രീതി. ഏക സത്യ ദൈവം ത്രിയേകമായി തന്റെ മക്കളിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവം ഏകന. ബൈബിളിൽ ഒരൊറ്റ വചനത്തെയും തട്ടി താഴെയിട്ടിട്ടില്ല. ഒറ്റ വചനത്തെയും തട്ടി താഴെയിട്ടിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് വരുന്നുണ്ടോ? ലൈഫ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കിടക്കുക. ഏതോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കുറെ അറിവുകൾ ഉണ്ടായി, പക്ഷെ പുറത്തേക്ക് നിങ്ങൾക്ക് ജീവൻ വരുന്നില്ല എങ്കിൽ മൊത്തം തെറ്റിപ്പോയി. നാം തിരിച്ചറിയണം ദൈവത്തിന്റെ പ്രവർത്തന രീതി എന്താണെന്ന്. വീണുപോയ മനുഷ്യൻ അവൻ ഏകനായി തോന്നിയതുപോലെ അവനിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കും. അതാണ് യേശയ്യാ 53:6 പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെല്ലാം തെറ്റിപ്പോയി. എന്താണ് തെറ്റ്? നിങ്ങളെല്ലാം താന്റെ വഴിക്ക് തിരിഞ്ഞു. യു ആർ ഡൂയിങ് തിങ്സ് ബൈ യുവർ ഓൺ. But Jesus said, I cannot do anything by my own. Everything is starting from my heavenly Father. ദൈവോത്രന്മാരെ ഞാൻ തന്നെ എൻ്റെ തല, തീരുമാനമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. എന്നാൽ ക്രിസ്തു പറയുന്നു, എൻ്റെ തല സ്വർഗസ്ഥ പിതാവ്. സ്വർഗസ്ഥ പിതാവ് ചെയ്ത് കാണുന്നതല്ല, അതെ പറയുന്നതല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ക്രിസ്തുവിൻ്റെ അതേ പ്രിൻസിപ്പിളാണ്, അതേ പ്രവർത്തന രീതിയാണ് നമ്മുടേത്. ട്രിനിറ്റി കൊണ്ട് ഫിറ്റ് ചെയ്ത് എവിടെയാണെന്ന് അറിയാമോ? സ്വർഗസ്ഥ പിതാവിലായിരുന്നു കൊണ്ട് ഫിറ്റ് ചെയ്ത്. അവിടെയാണ് ഇത് വർക്ക് ചെയ്യുക. കാരണം സ്വർഗസ്ഥ പിതാവ്, വചനം ക്ലിയർ ആയിട്ട് പറയുന്നു, ദൈവങ്ങൾ എന്ന് പറയുന്നവർ അനേകരുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ഇത് ത്രിയേക ദൈവം അല്ല, ഏകദൈവം. ഹല്ലേലൂയ. യേശു കർത്താവ് നേരിട്ട് വിളിക്കുന്നു, ഏക സത്യദൈവമായി നിന്നെ, നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ യേശു ഒരിക്കലും നുണ പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. ഇനിയും ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാവരിലും വ്യാപരിക്കുകയും എല്ലാവരിലും പ്രവർത്തിക്കുകയും എല്ലാവരിലും ഇരിക്കുകയും ചെയ്യുന്നത് ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ത്രിയേകം അവിടെ ഫിറ്റ് ആവില്ല, അവിടെ നിന്ന് ഊരിയെടുക്കണം. എന്നിട്ട് എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയാമോ? ക്രിസ്തുവിൽ ഫിറ്റ് ചെയ്യാം. ദൈവപുത്രനായ ക്രിസ്തുവിൽ ഫിറ്റ് ചെയ്ത കറക്റ്റായിട്ട് ഫിറ്റ് ആവും, കറക്റ്റായിട്ട് ഫിറ്റ് ആവും. പിതാവ് പറയുന്നു, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഏകനായി പ്രവർത്തിക്കുന്നത് സ്വർഗസ്ഥ പിതാവാ. എന്നെ കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ ക്രിസ്തു പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങളോട് പറഞ്ഞു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ല. പിതാവ് ആദ്യം ചെയ്യണം, എങ്കിലേ പുത്രൻ ചെയ്യും. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഈ ഹോളിൽ, ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒന്നിട്ട് കാര്യങ്ങൾ തുടക്കത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ.
എന്നെ ദൈവം എന്തിനാണ് ആക്കിയിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നെ ആക്കിയിരിക്കുന്നത് ഒരു ഡിനോമിനേഷനെ പ്രൊമോട്ട് ചെയ്യാനല്ല, അവരുടെ ടീച്ചിങ്ങുകളെ പ്രൊമോട്ട് ചെയ്യാനല്ല, പകരം ദൈവത്തിൻ്റെ മക്കൾ, ദൈവം വിതച്ച കുഞ്ഞുങ്ങൾ ഈ പ്ലാനറ്റിലുണ്ട്. അവർ കാണാതെ പോയവരാണെന്നാണ് ക്രിസ്തു പറയുന്നത്. ക്രിസ്തു എന്നത് കാണാതെ പോയവരെ തിരഞ്ഞാണ്. അങ്ങനെയുള്ളവരെ അവരുടെ ഐഡൻറ്റിറ്റി എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, നീ ആരാണെന്നറിയാമോ? മരിച്ചു പോകേണ്ട ഒരു മനുഷ്യപുത്രനല്ല, നിത്യം ജീവിക്കേണ്ട ദൈവപുത്രനാണ്. നിൻ്റെ അപ്പൻ ക്രിസ്തുവിൻ്റെ അപ്പൻ തന്നെയാണ്. ആ ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് കാണാതെ പോയ നിന്നെ അന്വേഷിച്ചാണ്. നിൻ്റെ അപ്പൻ ആദമേ എവിടെ എന്നുള്ള ബൈബിളിലെ ആദ്യത്തെ ചോദ്യവുമായി, നീ എവിടെ മിനി, നീ എവിടെ ജോസഫേ, നീ എവിടെ രാജേഷേ, നീ എവിടെ എന്ന് ചോദ്യവുമായി നടക്കുന്നുണ്ട്. നിന്നെ അന്വേഷിച്ച് നിൻ്റെ അപ്പൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ നഷ്ടപ്പെട്ട കുഴിയിൽ നിന്ന് നീ രക്ഷപ്പെട്ട് ജീവൻ പ്രാപിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് കാത്തിരിക്കുന്ന നിൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു പോ എന്ന സന്ദേശമാണ്. അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ എത്തിക്കുന്ന, ദൈവപുത്രന്മാരായി എത്തിക്കുന്ന സന്ദേശമാണ് ദൈവം എന്നിലൂടെ പറയുന്നത്. അതിനാ ദൈവനെ നിർത്തിയിരിക്കുന്നത്. ട്രിനിറ്റി പറയാനല്ല, ഏകത്വം പറയാനല്ല, ബഹുത്വം പറയാനല്ല, സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണെന്ന് സജസ്റ്റ് ചെയ്ത് സ്ഥാപിക്കാനല്ല. ഇതൊക്കെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിലൊക്കെ അറിയേണ്ടത് നാം അറിഞ്ഞാൽ നല്ലത്. പക്ഷെ അതൊന്നുമല്ല. ഹല്ലേലൂയ, അതൊന്നുമല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്നാനപ്പെടുത്തുവാനല്ല ദൈവം എന്നെ അയച്ചത്, സുവിശേഷം അറിയിക്കാനാണ്. അതിൻ്റെ അർത്ഥം സ്നാനപ്പെടുത്തേണ്ടെന്നല്ല, പ്രധാനപ്പെട്ട കാര്യം അത്. അപ്പോൾ എന്നെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാണ് നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് നമ്മൾ എൻഫോഴ്സ് ചെയ്യണം, അത് നമ്മൾ പറയണം. അപ്പോൾ പിശാചു അവൻ്റെ ആളുകൾ എന്ത് ചെയ്യും? അവർ വേറൊരു സബ്ജക്റ്റ് ഇട്ട് തരും നമുക്ക്. എന്തിനാണെന്നറിയാമോ? നമ്മളെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ നമ്മളതിന് ഉത്തരം പറയൂലേ? ഉത്തരം പറയുമ്പോൾ എന്ത് പറ്റും? നമ്മളതിലേക്ക്, അവർ വേറൊരു ഉത്തരം പറയും. അപ്പം നമ്മൾ വേറൊരു ഉത്തരം പറയും. അപ്പോൾ അവർ വേറൊരു ഉത്തരം പറയും. അപ്പം നമ്മൾ വേറൊരു ഉത്തരം പറയും. അങ്ങനെ പറഞ്ഞ് പോടാ, ഇങ്ങ പോരടാ നമ്മളെയും കൊണ്ട് എങ്ങോട്ട് പോകും? നരകത്തിലേക്ക് കൊണ്ടുപോകും. കാരണം നാം പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തിനാണ്, അതേപോലെ വേണം നാം സംസാരിക്കാൻ. ഹല്ലേലൂയ. സ്വയത്തിൽ നിന്നൊന്നും വരരുത്. ദൈവം എന്ത് പറയുന്നു അത് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് ദൈവാത്മാവിനാൽ അത് നമ്മൾ ഭൂമിയിലേക്ക് വിളിച്ചു പറയുമ്പോൾ അതിനെ തൊടാൻ ശക്തിയുള്ള ഒരുവനുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ നിന്ന് ഹവ്വയെ കൊണ്ടുപോയതുപോലെ. എങ്ങനെ ഹവ്വയെ കൊണ്ടുപോയേ? ഒരു സംശയം. വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ചോദ്യം. പിന്നെ അതിന് ഉത്തരം കൊടുക്കണ്ടേ? ഹല്ലേലൂയ. ആ ഉത്തരം കൊടുത്തതാണ് മാനവകുലം ഇതേപോലെ വീണുപോയത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, അനാവശ്യ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കരുത്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഹല്ലേലൂയ. പല ദൈവദാസന്മാരും ഷാജി ജോസഫ് സംസാരിക്കുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ ഷാജി ജോസഫ് ധൈര്യമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നേ. കം ഓൺ ഫോർ എ ഡിബേറ്റ്, നോട്ട് സീക്രട്ട്, പബ്ലിക്. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എനിക്കിത് അറിയില്ലാത്ത കാര്യങ്ങൾ 7 ദൈവദാസന്മാരെന്ന് പറയുന്നവർ എന്നോട് സംസാരം വെച്ചു. ആ സംസാരം വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ഈ സംസാരം വെച്ച് ഏകദേശം ഒരു 5 മണിക്കൂറും 10 മിനിറ്റോ 5 മണിക്കൂറും 40 മിനിറ്റോ അത് നീണ്ടങ്ങ് പോയി ഒറ്റയടിക്ക്. അവർ 7 പേര് കർത്താവ് എന്നെ കെട്ടി നിർത്തിയിരിക്കുന്നു. അവസാനം അവർക്ക് ഉത്തരം പറയാൻ നിവൃത്തിയില്ലാതെയായി, വചനപ്രകാരം പറയാൻ നിവൃത്തിയില്ലാതെയായി. പ്രിയ സഹോദരങ്ങളെ, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ സ്ഥാപിച്ച ഡോക്ട്രിൻ തെറ്റാണെന്നും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നവർക്ക് മനസ്സിലായിട്ട് തുടർന്നുള്ള സംസാരത്തിൽ
ഇതാ അവരെന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഞങ്ങളിതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യുമെന്ന്. എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പബ്ലിഷ് ചെയ്യേ, പെട്ടെന്ന് പബ്ലിഷ് ചെയ്യേ. എന്നാൽ പബ്ലിഷ് ചെയ്താലല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് ദുരുപദേശം ഇടിഞ്ഞ് താഴെ വീഴത്തുള്ളൂ. അവരതിനു പകരം എന്ത് ചെയ്യുന്നറിയാമോ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 8-5-6-7 വാക്യങ്ങളിൽ പറയുന്ന ഒരു ഭാഗം എൻ്റെ പൗലോസ് അപ്പോസ്തലനാണ് അത് പറഞ്ഞത്. എൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് അവർ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനൊരു ടൈറ്റിൽ കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവങ്ങൾ എന്ന് പറയുന്നവർ അനേകർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ട്, എന്നാൽ ഇവരുടെ മധ്യ നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ, യേശുക്രിസ്തു എന്ന ഏക കർത്താവും ഉണ്ട്. ഇതേ ഷാജി ജോസഫ് പറഞ്ഞു യേശു ദൈവമല്ല എന്നൊരു ടൈറ്റിൽ അങ്ങ് കൊടുത്തു. പൗലോസ് പറഞ്ഞ് ഞാൻ റീകോട്ട് ചെയ്തതാണ്. ഹല്ലേലൂയ. എന്നിട്ട് അതെല്ലാം അവിടുത്തെ പബ്ലിഷ് ചെയ്തു. തീ പറക്കുന്നത് പോലെ അങ്ങ് പറഞ്ഞില്ലേ സംഭവം? കണ്ടോ? തീ പറക്കുന്നത് പോലെ. ഇത്രയും നാൾ സുവിശേഷത്തിൻ്റെ ആഴങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒന്നും പോകുന്നില്ല. ഇത് വീണപ്പോൾ പിശാച് വാഴുന്ന ഈ മണ്ഡലത്തിൽ തീ പറക്കുന്നത് പോലെ അങ്ങ് പറത്തിയവർ. ഞാൻ അവരോട് പറഞ്ഞു, അതൊന്ന് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാ, റിലീസ് ദാറ്റ്. നിങ്ങളല്ലേ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നോ? റിലീസ് ദാറ്റ്. 5 മണിക്കൂറും 40 സെക്കൻഡോ അല്ലെങ്കിൽ 40 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത് റിലീസ് ചെയ്യാം. പ്രിയ കുഞ്ഞിലെ അത് പറയുന്നതിൻ്റെ അർത്ഥം അന്ന് അവർ രഹസ്യമായിട്ടത് ചെയ്തു, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഏത് ഡിബേറ്റിന് ഞാൻ തയ്യാറാവും, പരസ്യമായി. പക്ഷേ നിങ്ങൾ പറയുന്ന സബ്ജക്റ്റിലല്ല നിൽക്കാൻ പോണേ. ദൈവ ഇഷ്ടം, ദ വിൽ ഓഫ് ഗാഡ്. ട്രിനിറ്റി അല്ല, ഏകത്വമല്ല, ബഹുത്വമല്ല, സ്നാനമല്ല, ഇതൊന്നും എൻ്റെ സബ്ജക്റ്റ് അല്ല. ബൈബിളിൽ ഉണ്ട്, സത്യമായിട്ട് നാം മനസ്സിലാക്കിയാൽ നല്ലത്. പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ലാഭമില്ലാത്തതിൽ ഒരു ഞാൻ കളിക്കാൻ പോവില്ല. സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ആ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത നീ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നോ, ഏകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നോ, ബഹുത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നോ, എങ്ങനെയാണ് സ്നാനപ്പെട്ടതൊന്നും അല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത. യേശു കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രയേ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ചിനൊരു ചിന്തയില്ല, ദൈവദാസന്മാർക്കൊരു ചിന്തയില്ല, അതുകൊണ്ട് ദൈവ മക്കൾക്കൊരു ചിന്തയില്ല. പിശാച് ദൈവയിഷ്ടം എന്തെന്ന്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വിസയായ യേശു ക്രിസ്തു പറഞ്ഞ ദൈവയിഷ്ടം എന്തെന്ന് സഭകൾക്ക് മറച്ചു വെച്ചിരിക്കുന്നു. പകരം അവർക്ക് പാട്ട് കൊടുത്തു, ആരാധന കൊടുത്തു, പ്രാർത്ഥന കൊടുത്തു, ഉപവാസം കൊടുത്തു, ദൈവയിഷ്ടം മറച്ചു. അതുകൊണ്ട് ആ ദൈവ ഇഷ്ടം പബ്ലിക്കിന്, ദൈവസഭയ്ക്ക് വെളിപ്പെടാൻ, ദൈവ ഇഷ്ടം എന്ന സബ്ജക്റ്റിൽ ഡിബേറ്റ് ചെയ്യുവാൻ ഏതെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ കം ഓൺ ഫോർവേഡ്. കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ 3 ദൈവദാസന്മാർ, പ്രശസ്തന്മാർ മുമ്പോട്ടേക്ക് വന്നു. അപ്പോൾ ഐ ആം റെഡി. ദൈവ ഇഷ്ടം എന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ തയ്യാറാണോ? പബ്ലിക്കായിട്ട്. അവർ പറഞ്ഞു നിങ്ങൾ നേരിട്ട് പറയാം, പബ്ലിക്കായിട്ട്. ഐ ആം റെഡി. പബ്ലിക്കായിട്ട് പറയാൻ അവർ തയ്യാറല്ല. എന്താ കാര്യം? ദൈവയിഷ്ടം എല്ലാവരും അറിയും. ദൈവയിഷ്ടം എല്ലാവരും അറിഞ്ഞാൽ അവർ അത് ചെയ്യും, അവർ സ്വർഗരാജ്യത്തിൽ പോവും, അവകാശമാക്കും. ശ്രദ്ധിച്ചാട്ടെ, എപ്പോഴും ദൈവ ഇഷ്ടം, അൾട്ടിമേറ്റ് വിൽ ഓഫ് ഗാഡ്, അത് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ കുഞ്ഞുങ്ങളെ, അൾട്ടിമേറ്റ് വിൽ ഓഫ് ഗാഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനുരൂപന്മാരായി, ദൈവപുത്രന്മാരായി, ക്രിസ്തുവോട് സമന്മാരായി, ക്രിസ്തുവിൻ സാദൃശ്യത്തിലുള്ളവരായി നാം വെളിപ്പെടണം. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. റോമ 8:29 ദൈവത്തിൻ്റെ ആഗ്രഹം, അപ്പൻ്റെ ആഗ്രഹം, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരണം. അതിനായി നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി മാറും, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി മാറും. ഇതൊന്നും ചർച്ചിൽ പറയാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം ഒരിക്കലും നമുക്ക് ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി മാറില്ലെന്നാണ് അവർ നമ്മൾ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി മാറില്ല. എങ്ങനെയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ബ്രദറാകുന്നത്? എങ്ങനെ? How can you become the brother of the God Almighty? തെറ്റായി പഠിപ്പിച്ചതിൻ്റെ ഭവിഷ്യത്തായി ഇതൊക്കെ. റോമ 8:29 വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോട് അനുരൂപമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റഡ് ഓൾറെഡി. ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. അതിനാണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത്.
through sanctification we can attain that destiny. Hallelujah. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ തിരിച്ചറിയണം. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയാണ്, നീ ക്രിസ്തുവിൻ്റെ സഹോദരനാകുക മാത്രമല്ല, നീ ക്രിസ്തുവിൻ്റെ കോഹേർ, കൂട്ട അവകാശിയുമായി മാറുകയാണ്. ഹല്ലേലൂയ. ഇതൊന്നും വിളിച്ചു പറയാൻ ഇന്നത്തെ സഭകളിൽ പറ്റില്ല, കാരണം തെറ്റായി പഠിപ്പിച്ചു. അതുകൊണ്ട് ഇവർ ഡിബേറ്റിന് വരില്ല ദൈവ ഇഷ്ടം സബ്ജക്റ്റിലെ, കാരണം ഇവർ മൂക്കുകുത്തി താഴെ വീഴും. ഞാൻ പബ്ലിക്കിലാണ് സംസാരിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിലെ ദിവ്യമായ വചനമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഇന്ന് എന്താ സംഭവം എന്ന്. അവരിന്നും ഈ ബൈബിളിലെ അക്ഷരങ്ങളിൽ ഓടുകയാണ്. പ്രിയ ജോൺസൺ ഇവിടെ ഒന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചിന്തിക്കും, ജോൺസൺ അല്ലേ സംസാരിച്ചേ, വിൽസൺ സംസാരിച്ചപ്പോൾ വിൽസൺ പറഞ്ഞു കേട്ടോ, പാസ്റ്റർ പറഞ്ഞു അകത്തുനിന്ന് വരുന്നത് വേണം പറയാൻ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന്. പുറത്തുനിന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ. അക്ഷരം നമുക്ക് അറിവ് തരുന്നു. പക്ഷേ എന്താ ഡിഫറൻസ് എന്നറിയാമോ? അകത്തുനിന്ന് അക്ഷരം നമ്മൾ വായിക്കുകയാണ്, ആത്മാവിനെ നമ്മൾ വായിക്കുകയല്ല, ആത്മാവിനെ കേൾക്കുകയാണ്. ഇതാണ് വ്യത്യാസം. കേൾക്കുന്നതിൽ എന്തുണ്ടെന്നറിയാമോ? ഇൻഫർമേഷൻ മാത്രമല്ല, ജീവനും കൂടെ ഉണ്ട്. അക്ഷരത്തിൽ അറിവുണ്ട്, അത് എഴുതി വച്ചിരിക്കുക. എന്നാൽ അക്ഷരം എഴുതിയ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. അതാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യേകത. അവിടെ നിന്ന് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ആത്മാവ്, ക്രിസ്തുവാണ് സംസാരിക്കുന്നത്, ദൈവാത്മാവിലൂടെ നാം കേൾക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ എന്തുണ്ടെന്നറിയാമോ? അതിൽ ജീവനുണ്ട്. ഇതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ്, എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അത് മിയർലി ഇൻഫർമേഷൻ മാത്രമല്ല, ആ ഇൻഫർമേഷനോടൊപ്പം തന്നെ നമുക്ക് ജീവൻ വരും. മനസ്സിലായോ? റോമായി 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യവും 7-ാം വാക്യവും വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഒളിച്ചു പോകരുത്. നമ്മൾ ഓരോ ദിവസവും തെളിഞ്ഞ് വരണം. ഹല്ലേലൂയ. ആദാം ഹവ്വ ദമ്പതികൾ എന്ത് ചെയ്തു? ആദാം ഹവ്വ ദമ്പതികൾ ഇതാ പിശാചിനെ കേട്ടത് മുതൽ ഒളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ യാത്രയിൽ പലരും ഒളിഞ്ഞു പോകും. അവരെ പിന്നെ കാണില്ല. ഇഷ്ടമാതിരി ഒരു വഴി വീണുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ പിശാചിനെ ഏതോ മനുഷ്യനിലൂടെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുവരെയും വെളിയിൽ നിന്നവരാ പിശാചിനെ കേൾക്കാൻ തുടങ്ങി. സർപ്പത്തെ കേട്ടു. അതോടുകൂടെ അവരെവിടെ പോയി ഒളിച്ചു? അത്തിയുടെ പുറകിൽ, ആ മരത്തിൻ്റെ പുറകിൽ പോയി ഒളിക്കുകയാണ്. അവരുടനെ തന്നെ അത്തിയില കൂട്ടിത്തനി പാവാട ഉണ്ടാക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഒളിക്കാൻ തുടങ്ങി അപ്പം മനസ്സിലാക്കിക്കോ കുഞ്ഞെ, നീ വീഴാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഏതോ പിശാചിൻ്റെ ആള് നിന്നോട് വേറെ രൂപത്തിൽ, സർപ്പത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹവ്വയോട് സർപ്പത്തിൻ്റെ രൂപത്തിൽ സംസാരിച്ചു, ആദത്തോട് മനുഷ്യൻ്റെ രൂപത്തിൽ, ഹവ്വയുടെ രൂപത്തിൽ സംസാരിച്ചു. വീണു. എൻ്റെ കുഞ്ഞുങ്ങളെ, യാത്രയിൽ വീണു പോകരുത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. എന്താണ് വായിച്ച് 8-ന്റെ 6-7 വായിച്ച്? റോമ 8-ന്റെ 6-7. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. കണ്ടോ. അപ്പോൾ ആത്മാവിൻ്റെ ചിന്തയാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? റോമ 8-ന്റെ 6 പറഞ്ഞ്, അതായത് ആത്മാവ് നിങ്ങളോട് പറഞ്ഞ ആ ചിന്തയാണ് നിങ്ങൾക്ക് അകത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ ജീവനും കൂടെ വരും. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആ ചിന്ത അകത്ത് വരുമ്പോണ്ടല്ലോ, ശ്രദ്ധിക്കുക, നമ്മുടെ അകത്ത് ജീവൻ ഇങ്ങനെ തുടിക്കും. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഇതിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അതെന്ത് ചെയ്യും? നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. മനസ്സിലായോ? ഒരു നീരുറവ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു സംഭവം ലെറ്ററിൽ കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൈവം നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന അറിവാണ്, ദൈവത്തിൻ്റെ ഇൻഫർമേഷനാണ്, ട്രൂത്താണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലൈവാണ് കിട്ടുന്നത്, മറ്റേത് റെക്കോർഡഡ് ആണ്. എന്നാൽ ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനോട് വസിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ലൈവായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പം തന്നെ നമുക്ക് ജീവനും കിട്ടും. അത് വരുമ്പോൾ നിറയെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയും. ഈ ഒരു അവസ്ഥയിലേക്ക് വരണം എൻ്റെ കുഞ്ഞുങ്ങളെ.
ഈ ഒറിജിനൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ സീഡ് കറക്റ്റായെങ്കിൽ ഇത് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചാട്ടെ, സീഡ് കറക്റ്റ് ആകണം. സീഡ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. സീഡ് തെറ്റിപ്പോകരുത്. അനേക ഡ്യൂപ്ലിക്കേറ്റ് സീഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും അത് ജീവനുള്ളതാ. കെടുന്ന ബീജമാണ്. ഇന്ന് ഏകദേശം ഒരു 4 ബില്യൺ മെയിൽസ് അല്ലെങ്കിൽ പുരുഷന്മാർ ഉണ്ട്. അവരുടെ ഉള്ളിലുള്ള ബീജമൊക്കെ കെടുന്ന ബീജമാണ്. സ്പേം കെട്ടുപോകുന്ന, മരിച്ചു പോകുന്നതാണ്. എന്നാൽ ആ ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഈ വീണ്ടും ജനനം ഒറിജിനലായിട്ട് നമ്മുടെ ഉള്ളിൽ നടന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഈ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മളൊരു ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തു മതക്കാരനായിരിക്കാം. അവസാനത്തോളം ഇത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യില്ല. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ആ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരുമുണ്ട്, ക്രിസ്തീയ മതക്കാരുമുണ്ട്. ഇത് തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ കളിപ്പീര് പറ്റി കബളിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചോളണം. ഇതാ ഒരിക്കൽ ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചിയുടെ വീട്ടിൽ താമസിച്ച്. അപ്പോൾ അമ്മച്ചി പറഞ്ഞത് കളിപ്പീര് പറ്റി. എന്താ കളിപ്പീര് പറ്റി? അമ്മച്ചിക്ക് ഒരു റോഡ് വീലറുണ്ട്. അതായത് ഒരു ഡോഗ് ഉണ്ടെന്ന്. അപ്പോൾ അമ്മച്ചിക്ക് പറ്റിയ കളിപ്പീരെന്ന് പറയുന്നത്, ഇത് ആദ്യത്തെ പ്രാവശ്യം അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 9 നായ്ക്കുട്ടികളൊക്കെ കിട്ടി. അമ്മച്ചിക്ക് വലിയ ലാഭമായിരുന്നത്. അതിനുശേഷം അടുത്ത പ്രാവശ്യം എന്ത് പറ്റിയെന്നറിയാമോ? അതിലൂടെ പോയി ഇരുന്ന ഒരു തെരുവ് നായി. ആ തെരുവ് നായ ചാടിക്കേറി വന്ന് ഈ അമ്മച്ചി അറിഞ്ഞില്ല, ഇതുമായിട്ട് ഇണ ചേർന്നു. അബ്ദം പറ്റി. ശ്രദ്ധിച്ചേ, ഇതേപോലത്തെ അബ്ദമാണ് ക്രിസ്തീയ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, കള്ളക്രിസ്തുക്കൾ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മറ്റൊരു യേശു. ഇത് രണ്ടെണ്ണം സഭയിലേക്ക് ഇടിച്ച് കയറി, അനേകരെ കയറി ഇതാ വിശ്വസിപ്പിച്ചു. എന്തുപറ്റി? ഈ റിസൾട്ട് അവരുടെ ഉള്ളിലില്ല. ഒറിജിനൽ ക്രിസ്തുവിൻ്റെ റിസൾട്ട് അവരുടെ ഉള്ളിലില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഈ ഒറിജിനൽ റിസൾട്ട് ഇല്ല എങ്കിൽ നമുക്ക് ഈ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ഒറിജിനൽ വേണം, ഒറിജിനൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഒരു നാടൻ പട്ടിയുമായി റോട്ട് വീലർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റോട്ട് വീലറിൻ്റെ കുഞ്ഞായിരിക്കും വരുന്നത്, പക്ഷേ സ്വഭാവം റോട്ട് വീലറിൻ്റെ ഫുള്ള് കാണില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ശ്രദ്ധിച്ചോളണം. ആത്മലോകത്തെ കള്ളക്രിസ്തുവിനെക്കുറിച്ച് മറ്റൊരു യേശുവിനാൽ ഇന്ന് അനേകർ എന്നിട്ട് അവർ ക്രിസ്തീയ മതത്തിൽ ചേർന്ന് അവർ നോക്കുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഉള്ളിൽ കാണാനില്ല. ഈ സംഭവങ്ങളൊന്നും അതായത് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ജീവൻ ഒഴുകുന്നത്, ക്രിസ്തുവിലെത്തിയത്, അത് നമ്മുടെ ഉള്ളിലൂടെ ഒഴുകാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ ആദത്തിലുണ്ടായിരുന്ന സ്പേം പാസ് ചെയ്ത് എൻ്റെ അപ്പനിലെത്തി, എൻ്റെ അപ്പനിലുണ്ടായ അതേ സ്പേം എന്നിലെത്തി, എന്നിൽ നിന്ന് എൻ്റെ മകനിലെത്തി. അതങ്ങനെ പാസ് ചെയ്ത് പോകും. ദ സെയിം എഫക്റ്റ് ഫ്ലഷിലുള്ളത് അതേപോലെ തന്നെ ആത്മാവിൽ നടക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ജെനുവിനിൽ വിശ്വസിക്കുക, ഒറിജിനൽ വിശ്വസിക്കുക. അങ്ങനെ ഉള്ള ഒറിജിനലാണ്. പ്രിയ സഹോദരൻ ഇവിടെ ഒന്ന് പറഞ്ഞില്ലേ, പാപം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യനെയാണ് പാസ്റ്ററോട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഇതാ എനിക്ക് താല്പര്യമല്ല. എൻ്റെ സഹോദര, ഇങ്ങനെയുള്ള ഒറിജിനൽ മാത്രം ഇത് സംഭവിക്കൂ. ഡ്യൂപ്ലിക്കേറ്റിലൊന്നും ഇത് സംഭവിക്കത്തില്ല. ക്രിസ്തു മതക്കാരിൽ ഇത് സംഭവിക്കത്തില്ല. യഥാർത്ഥ ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ട മക്കളിൽ ഇത് സംഭവിക്കും. അല്ലെങ്കിൽ ഈ റിസൾട്ട് വരില്ല. ഒറിജിനൽ റോട്ട് വീലറിനെ അതേ റോട്ട് വീലർ കൊണ്ട് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ ആ റിസൾട്ട് വരൂ. ഹല്ലേലൂയ. അപ്പോൾ അല്ലാത്തതിൽ ഈ റിസൾട്ട് വരില്ല. ചുമ്മാ എവിടെയെങ്കിലും ചർച്ചിൽ എവിടെയെങ്കിലും പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ കയറി കൂടാന്നല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ജീവിതകാലം മുഴുവൻ കബളിക്കപ്പെട്ട് അവസാനം ഒറിജിനൽ കർത്താവ് എന്നാ പറയും ന്യായവിധി സമയത്ത് വരുമ്പോൾ? ഇത് തന്നെ കറക്റ്റ്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം അങ്ങേ അറിയാമായിരുന്നല്ലോ. അങ്ങ് വേറെ ക്രിസ്തു, കള്ളക്രിസ്തു. പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മറ്റൊരു യേശു, ചതിയുടെ ഒരു കൂമ്പാരത്തിൽ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ജീവൻ നിറയും.
സമാധാനം ഉള്ളിൽ നിറയും. അകത്തുനിന്ന് വരുമ്പോൾ അകത്ത് ചിന്തയായിട്ട് തന്നെ വരുന്നത്. ആത്മാവിൻ്റെ ചിന്ത എന്ന് കേട്ടില്ല, ആത്മാവിൻ്റെ ചിന്തയായിട്ട് തന്നെ വരും. അത് പുറമായിട്ട് കണക്ഷൻ ഉണ്ടാകത്തില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മളത് ഈ ബൈബിളിലെ അക്ഷരം വെച്ച് നമ്മളതിനെ ഉറപ്പിക്കും. വചനം നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരും, ഇന്ന വചനത്തിലേക്ക് നമ്മുടെ ഫോക്കസ് തരും. ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം. ഞാൻ ഇത് ഇവിടെ അങ്ങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത എന്ന് പറയുന്നത്, അത് അകത്ത് ആ ചിന്ത വന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ജീവൻ നിറയാൻ തുടങ്ങി. കാരണം അകത്തുനിന്ന് വന്ന സംഭവമാണ്, അത് ജീവൻ നിറയും. നമ്മുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ചാണ് കർത്താവ് കാണിച്ചു തന്നത്. ലോക ജീവിതം ഒരു പ്ലെയിൻ യാത്രയ്ക്ക് തുല്യമാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് ന്യൂയോർക്കിലേക്ക് അല്ലെങ്കിൽ ലണ്ടനിലേക്ക് യൂറോപ്പിലേക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ചിന്തിച്ചോ. ഇതാ സിസ്റ്റർ ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ നോർമലി നടക്കുന്നത് കൊച്ചിയിൽ നിന്ന് കയറി ദുബായിൽ ഇറങ്ങും. ദുബായിൽ ഇറങ്ങിയിട്ട് അവിടെ ചിലപ്പോൾ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂർ അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവിടെ അതൊരു ട്രാൻസിറ്റ് എയർപോർട്ട്, ട്രാൻസിഷൻ ഒരു പ്ലേസാണത്. തുടർന്ന് അവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റ്, എമിറേറ്റ്സിൻ്റെ വേറൊരു ഫ്ലൈറ്റാണ് ലണ്ടനിലേക്കോ ന്യൂയോർക്കിലേക്കോ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ വീണ്ടും ജനനാവസ്ഥ. നമ്മളെല്ലാം ജഡത്തിൽ കുടുങ്ങിപ്പോയവരാ. ഹല്ലേലൂയ. എല്ലാവരും ജഡത്തിൽ കുടുങ്ങിപ്പോയവരാ. ആ ജഡത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ നമ്മൾ ഇവിടെ നിന്ന് ഒരു കൊച്ചി എയർപോർട്ടിൽ നിന്ന് ദുബായിക്ക് യാത്ര ചെയ്യുന്നത് പോലെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ ദുബായിൽ ഇറങ്ങി ആ സമയം മനസ്സിലാക്കുക. നമ്മൾ സാധാരണ അവിടെ ദുബായിൽ ഇറങ്ങി ആ സമയം നമ്മുടെ ഒരു വീണ്ടും ജനന ഒരവസ്ഥ. നിങ്ങൾ എന്നാണോ വീണ്ടും ജനിച്ചേ അത് നിങ്ങൾ ദുബായിൽ ആ എയർപോർട്ടിൽ ഇറങ്ങിയതിന് തുല്യമായിട്ട് കൂട്ടുക. നിങ്ങൾ വീണ്ടും ജനിച്ചു. ഇനി ആ എയർപോർട്ടിൽ ഒരു ട്രാൻസിഷൻ സമയമാണ്. അതായത് നിങ്ങളിനി വന്ന കൊച്ചിയെ മറക്കണം, ഇതുവരെ ഉണ്ടായ യാത്രയെ മറക്കണം. എന്നിട്ട് ഇനി ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. ഒരല്പസമയത്തിനുള്ളിൽ ഒരു 10 മണിക്കൂർ ആ എയർപോർട്ടിൽ ചിലവഴിച്ച് അല്ലെങ്കിൽ 12 മണിക്കൂർ ചിലവഴിച്ച ശേഷം നിങ്ങളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. അതിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങളതിന് ശ്രദ്ധിച്ചില്ല. ദുബായ് എയർപോർട്ട് എന്ന് പറയുന്ന വേൾഡിലെ നമ്പർ 1 എയർപോർട്ടുകളിൽ ഒന്നാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ 3 ടെർമിനലുണ്ട്. അതിൽ ഒരു ടെർമിനലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മെട്രോ ഇട്ടിരിക്കുക. ഉള്ളിൽ തന്നെ ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം യാത്ര ചെയ്യാൻ മെട്രോയാണ്. അപ്പോൾ അതിനിടയിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് അതും ഇതൊക്കെ പലരും അതൊക്കെ കണ്ട് പ്ലെയിൻ പോയത് അറിഞ്ഞിട്ടില്ല. അത് പലപ്പോഴും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മയങ്ങി അവസാനം നിങ്ങളുടെ ലണ്ടനിലേക്ക് പോകുക അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്ക് പോകാനുള്ള പ്ലെയിൻ മിസ്സാകരുത്. മിസ്സായാൽ നഷ്ടമാണ്. നിങ്ങൾ ബുദ്ധിഹീനരെന്ന് കണ്ടവരൊക്കെ പറയുള്ളൂ. ന്യൂയോർക്കിലേക്ക് പോകാൻ ആരംഭിച്ചിട്ട് നിങ്ങൾ ദുബായിൽ കുടുങ്ങിയോ ബുദ്ധിഹീനരെ എന്ന് ചോദിക്കും. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ മനസ്സിലാക്കേണ്ട തലം എന്ന് പറയുന്നത് ആ ഒരു അല്പസമയം ആ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ ദുബായ് എയർപോർട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറാനുള്ളതാണ്. അതായത് കൊച്ചി ദുബായ് ആ യാത്ര, അതിൽ നിന്ന് നമ്മൾ ഇനി തിരിച്ച് കൊച്ചിക്ക് പോരുകയല്ല, പകരം അടുത്ത ഫ്ലൈറ്റിൽ അതിൻ്റെ ബോർഡിംഗ് പാസ് പ്രസൻറ്റ് ചെയ്ത് വീണ്ടും സെക്യൂരിറ്റി എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ പ്ലെയിനിൽ കയറി ആ ദുബായിൽ നിന്ന് ലണ്ടനിലേക്ക് അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്ക് യാത്രയാകണം. ഇതൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിനെ ആത്മീയമായിട്ട് കാണിക്കാം. കൊച്ചിയിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് പോകുന്ന യാത്ര നമ്മുടെ ജഡത്തിലുള്ള യാത്രയാണ്. ജഡത്തിൽ കുടുങ്ങിയ യാത്ര. ദുബായിൽ ഇറങ്ങുന്നത് നമ്മുടെ വീണ്ടും ജനനമാണ്. വീണ്ടും ജനനത്തോട് തുടർന്ന് നമ്മൾ ഇനി എങ്ങോട്ടേക്ക് യാത്രയാകണം? ന്യൂയോർക്കിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ യാത്ര തുടങ്ങണം. ആത്മാവിൻ്റെ മണ്ഡലത്തിൽ യാത്ര തുടങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുറകിലുള്ള കൊച്ചിയും ഇപ്പോഴുള്ള ദുബായിയുടെ മണ്ഡലം ഒക്കെ മറന്ന് നമ്മൾ ആത്മാവിൽ യാത്ര ചെയ്യാൻ തുടങ്ങണം. ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യാൻ പുതിയ ഫ്ലൈറ്റിൽ കയറണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ വചനം ഗലാത്യ ലേഖനം 3:3 പറയുന്നത്. ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിൽ കുടുങ്ങിപ്പോയോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ കുടുങ്ങിപ്പോയോ? ഗലാത്യ ലേഖനം 3:3 വായിച്ച്. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ
ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്തു. ഇതാ നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ബോർഡിംഗ് കാർഡും കിട്ടി. ദുബായിൽ നിന്ന് ഇതാ ലണ്ടനിലേക്കുള്ള ബോർഡിംഗ് കാർഡും കിട്ടി. പക്ഷെ നിങ്ങൾ തിരിച്ച് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ദുബായിൽ നിന്ന് സാധനങ്ങളും വാങ്ങിച്ച്, അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങളും വാങ്ങിച്ച് ആരാധിച്ചാ കിട്ടും. എന്നിട്ട് അതും വാങ്ങിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് കൊച്ചിയിൽ വന്ന് ഇറങ്ങണം. ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയേ? ലണ്ടനിലേക്ക് പോകാൻ ഇറങ്ങി, അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്ക് പോകാനാണ് ഇറങ്ങിയത് അല്ലേ? പക്ഷേ നിങ്ങളങ്ങോട്ടേക്ക് പോകുന്നില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചു, പിന്നെ പുറയിലേക്ക് തിരിയുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ സഭാലോകം. അവർക്ക് ആത്മമണ്ഡലത്തെക്കുറിച്ചോ പുതിയ സൃഷ്ടിയെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. പുതിയ സൃഷ്ടിയാണ് സ്പിരിറ്റ് ബീയിങ്. പഴയവൻ ആത്മാവിൽ മരിച്ച് ജഡത്തിൽ കുടുങ്ങിപ്പോയവനാ. ഇനിയും അവനെയല്ല, അവൻ ഇവിടം കൊണ്ട് തീരുകയാണ്. ഈ സത്യം എൻ്റെ മക്കളോട് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് പിടിച്ച് പറയുമ്പോഴാണ് അവരെ എതിർക്കുന്നത്. ആരെതിർക്കുന്ന? കള്ളപ്രവാചകന്മാർ എതിർക്കുന്നു, പിശാച് എതിർക്കുന്നു, അതിൻ്റെ കൂടെ അറിവില്ലാത്ത സഹോദരന്മാരും എതിർക്കുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നത്, എവിടെയാണ് തെറ്റ്? അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാനല്ല, നിങ്ങളെ കൂട്ടിലിട്ട് അടച്ചു കളയാനാ. ഞാൻ നിങ്ങളോട് സത്യം സംസാരിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സത്യം സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയോ? കാരണം വേറൊരു കൂട്ടർ നിങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസ് പറയാം, അവർ നിങ്ങളോട് എരിവ് കാണിക്കുന്നതേ നിങ്ങളെ രക്ഷിക്കാനല്ല, നിങ്ങൾ അവരെക്കുറിച്ച് എരിവ് കാണിക്കാനാ. അതായത് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം അവർക്ക് കൊടുക്കാനാന്ന്. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആത്മമണ്ഡലത്തിൽ നീങ്ങിയില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഗലാത്യലേഖനം 4:16-17 വായിച്ച്. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറകുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുന്നതുകൊണ്ട് ഉള്ളതുപോലെ തന്നെ അല്ല, ഈ ലോകത്തിൻ്റെ ആത്മീയതയുടെ കൂടെ കൂടാനാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളോട് ബൈബിളിലെ സത്യം ആസ് ഇറ്റ് ഈസ് വിളിച്ചു പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? പൗലോസ് ചോദിക്കുകയാണ്. താഴേക്ക് വായിച്ചേ. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത്, അതായത് അപ്പോൾ വേറൊരു കൂട്ടർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളുടെ ഗുണത്തിനായിട്ടല്ല. നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടത്. നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കുന്നുണ്ട്. നോക്കിയേ, എരിവ് കാണിക്കേണ്ടതിന്, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുവാൻ ഇച്ഛിക്കുക അത്രേ ചെയ്യുന്നത്. ആഗ്രഹിക്കുക അത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ജഡമണ്ഡലം ഇപ്പം തീരും. ഇനിയും നിങ്ങൾക്ക് മനുഷ്യനായിരിക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പം തീരും. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇനി നാം നിത്യം ദൈവപുത്രന്മാരാന്ന് ഓർമ്മ വേണം. ജയിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷ മാത്രമാണ്, ഒരു ടെസ്റ്റ് മാത്രമാണ്. ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. അതുകൊണ്ട് ഇതിൽ കുരുങ്ങിപ്പോകുന്ന പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ബൈബിളിലെ വാക്യങ്ങൾ വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, ദൈവത്തിൻ്റെ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാം. ഇതുകൊണ്ട് ഹൃദയം നിറയ്ക്കണം. ഇതുകൊണ്ട് ഹൃദയം നിറച്ചാൽ പുതിയ സൃഷ്ടികൾക്കുള്ള പ്രത്യേകതയാണ്, അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ഈ ബൈബിൾ എഴുതിയ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം അകത്തേക്ക് ആ വാക്കുകൾ വരുമ്പോൾ നിങ്ങൾക്കൊരു ചെക്ക് കിട്ടിയതുപോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് എന്തുണ്ടാകും? ചെക്കിൽ പണം ഉണ്ടാകും അല്ലേ? ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ ചിന്തകൾ. അതിലൊക്കെ ജീവനായിരിക്കും, ജീവൻ നിറഞ്ഞ ജീവനാണ്. ഇതൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്നു വലുതാകാൻ, ദൈവപുത്രൻ തേജസ്സിൽ വളരാൻ ഒക്കെ ഇടയാ, ക്രിസ്ത്യാനുരൂപനാകാൻ അത് ഇടയാക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ജീവിതശൈലി മനസ്സിലാക്കണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മറ്റൊരു
പ്രശ്നം എന്ന് പറയുന്നത് ദൈവമക്കളുടെ പ്രവർത്തന രീതി അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സാത്താനും കൂട്ടരി ഇളകുകയാണ്. ദൈവമക്കളുടെ പ്രവർത്തന രീതി ശ്രദ്ധിച്ചാടെ ഇവിടെയൊക്കെ ടൈറ്റിൽ ശ്രദ്ധിച്ചോളാം. ദൈവമക്കളുടെ പ്രവർത്തന രീതി ശ്രദ്ധിക്കുക, ത്രിയേകമാണ്. എന്തുകൊണ്ട് ഷാജി ബ്രദർ ട്രിനിറ്റി പ്രസംഗിക്കുന്നു എപ്പോഴും? കാരണം ഒരു ദൈവ പൈതലിൻ്റെ പ്രവർത്തന രീതി ത്രിയേകമാണ്. ത്രിയേകം എന്ന വേർഡ് ബൈബിളിലില്ല, പക്ഷെ ത്രിയേകം എന്ന പ്രവർത്തനം ബൈബിളിലുണ്ട്. ഇത് ശ്രദ്ധിക്കുക. വീണുപോയ ഒരു മനുഷ്യൻ്റെ പ്രവർത്തന രീതി ഏകമാണ്. ഇറ്റ്സ് എ ടെക്നോളജി, സ്പിരിച്വൽ എഞ്ചിനീയറിംഗ്. ദി ആക്ഷൻ ഓഫ് വർക്കിംഗ്. നമുക്ക് അറിയാതെ നാം അറിയുന്നത് വീണുപോയ മനുഷ്യൻ്റെ പ്രവർത്തന രീതിയാണ്. അവരെല്ലാം സ്വയമേ ചെയ്യുന്നു. പക്ഷെ ഒരു ദൈവപുത്രൻ്റെ പ്രവർത്തന രീതി അവനൊന്നും സ്വയമേ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പ്രവർത്തന രീതി ത്രിയേകമാണ്. ഇത് മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? നിങ്ങളുടെ പുതിയ സൃഷ്ടിയുടെ പ്രവർത്തന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ? ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിതിനെ ബഹളം ഉണ്ടാക്കണേ. ഇത് ദൈവം നിങ്ങളെ സ്നേഹിച്ച മനസ്സിലാക്കി തരല്ലേ. എൻ്റെ മോളെ ശാരദയെ, മോളിക്കുട്ടി, അല്ലെങ്കിൽ ഇതാ ശാന്തപ്പ, അല്ലെങ്കിൽ ഇതാ തൊമ്മിച്ച, നീ വീണ്ടും ജനിച്ചില്ലേ? വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള നിന്റെ പ്രവർത്തന രീതി വീണുപോയ ആദത്തിൻ്റെതാണ്. ആ പ്രവർത്തന രീതി ആ മനുഷ്യന് സ്വയമായി തോന്നുന്നു, അവൻ തോന്നിയതൊക്കെ ചെയ്യുന്നു. അവൻ ഏകമായ പ്രവർത്തന രീതിയാണ്. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളെല്ലാവരും താൻ്റെ വഴിക്ക് തെറ്റിപ്പോയി, അവനവൻ്റെ വഴിയിലേക്ക് പോയി. എനിക്കങ്ങനെ തോന്നി, ഞാനങ്ങനെ ചെയ്തു, ഫിനിഷ്. ആരാ ചോദിക്കാൻ? ഇതാണ് വീണുപോയ മനുഷ്യൻ്റെ പ്രവർത്തന രീതി. പക്ഷേ ക്രിസ്തുവിൻ്റെയും ക്രിസ്തുവിലുള്ള ആ പുതിയ സൃഷ്ടികളായ ദേവപുത്രൻ്റെയും പ്രവർത്തന രീതി ഇതല്ല. അവർക്ക് വീണുപോയ മനുഷ്യരെ പോലെ സ്വയമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ് യോഹന്നാൻ 5:19 ക്രിസ്തു പറയുക, സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ആരാ? ദൈവപുത്രനാ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പ്രവർത്തന രീതി അതല്ല. എനിക്ക് സ്വയമേ നിങ്ങളെപ്പോലെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ എന്നുള്ളത് ഞാൻ ചേർത്തിട്ടതാട്ടാ മനസ്സിലാക്കാൻ. എനിക്ക് സ്വയമേ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആരംഭിക്കുന്നത് എൻ്റെ പിതാവിൽ നിന്നാണ്. Hallelujah. You can do everything by yourself, but I cannot. I am starting from my heavenly Father. Hallelujah. How? Through His Spirit. തൻ്റെ ആത്മാവിനാൽ. പിതാവ് പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ത്രിയേകം. ഇതാണ് നമ്മുടെ പ്രവർത്തന രീതി. ഏകസത്യ ദൈവം ത്രിയേകമായി തൻ്റെ മക്കളിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവ ഏകന. ബൈബിളിൽ ഒരൊറ്റ വചനത്തെയും തട്ടി താഴെയിട്ടിട്ടില്ല. ഒറ്റ വചനത്തെയും തട്ടി താഴെയിട്ടിട്ടില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 5:19 വായിച്ചേ. യേശു ക്രിസ്തു പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ. അതായത് ഉറപ്പിച്ചും തറപ്പിച്ചു ദൈവപുത്രനായ ഞാൻ എൻ്റെ പ്രവർത്തന രീതി നിങ്ങളെ പോലെ അല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാണ്. എങ്ങനെയാണ്? പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പുത്രന് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആര് പറയുന്നു? ദൈവപുത്രൻ പറയുന്നു. പക്ഷെ നിങ്ങൾക്കോ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാം. കാരണം നിങ്ങൾ വീണുപോയ മനുഷ്യരാ. നിങ്ങൾക്കെല്ലാം സ്വയമായിട്ട് ചെയ്യാം.
പക്ഷെ ദൈവപുത്രനായി എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ പ്രവർത്തന രീതി ദൈവത്തിൽ നിന്ന്, സ്വർഗസ്ഥ പിതാവിൽ നിന്ന്, എൻ്റെ തലയായ ക്രിസ്തുവിൻ തല ദൈവവചനം പറയുന്നു, എൻ്റെ തലയായ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. ആ സ്വർഗസ്ഥ പിതാവ് തൻ്റെ ചിന്തകൾ എനിക്ക് തരുന്നു, താൻ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരുന്നു. എങ്ങനെ? ആ സ്വർഗസ്ഥ പിതാവ് തൻ്റെ ആത്മാവിനാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഒന്ന് സ്പഷ്ടം. ഹല്ലേലൂയ. പിതാവ് പുത്രനിലൂടെ തൻ്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നു. ഇത് നാം പഠിക്കണം. എന്തിനാ പഠിക്കണേ? തർക്കിക്കാൻ വേണ്ടിയല്ല, ഒരു ഡിനോമിനേഷൻ സത്യമൊന്നും വേറെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല. ഇത് നാം പഠിക്കുന്നത്, ഇതാണ് നമ്മളുടെ പ്രവർത്തന രീതി. ദിസ് ഈസ് അവർ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. ഇത് നാം അറിയണ്ടേ? ഇത് അറിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ യേശുവേ 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 എന്ന് വിളിക്കുക. അവസാനം അവിടെ നിന്ന് കർത്താവ് പറയും, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യം കയറത്തുള്ളൂ. അതുവരെയും ആരും ഒന്നും മിണ്ടില്ല. എല്ലാവരും തെറ്റ് പറയുന്നതിനെ സമ്മതിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിശാച് ഇവിടെ എല്ലാം സത്യത്തിൻ്റെ മറ അടച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചോളണം. എല്ലാം ദൈവത്തിൻ്റെ ആത്മാവകത്തുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അകത്തുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതാ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. കർത്താവ് എൻ്റെ മാനേജ്മെൻറ്റിൽ ഒരു ബിൽഡിംഗ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയം ഇവിടെ ബഹളം നടക്കുകയാണ്. കാരണം ആ ബിൽഡിംഗ് ഇന്ന് വെള്ളം പോകുന്നില്ല. വെള്ളം അത് പൊങ്ങി വരുന്നു, ഡ്രെയിനേജൊക്കെ പൊങ്ങി വരുന്നു. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും പ്ലംബറെ വിളിച്ച് നോക്കിപ്പിക്കുക. അതിന് നോക്കാൻ പ്ലംബറൊന്നും അവിടെ ഒന്നും അതിലൊന്നും നോക്കത്തില്ല, അത് മൊത്തം അഴുക്കാം. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇറങ്ങി. അന്ന് രാത്രി എൻ്റെ മകനെയും വിളിച്ചുകൊണ്ട് ഇപ്പോൾ കാരണം വലിയ സ്ലാബുണ്ടോ, അതൊക്കെ പൊക്കാൻ ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ മകനെയും വിളിച്ച് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ചെന്നു. പാരയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്ലൗസൊക്കെ ഇട്ട് ചെന്ന് അത് എടുത്തു മാറ്റി, സ്ലാബ് എടുത്ത് മാറ്റിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ട കാര്യം എന്നറിയാമോ? വെള്ളം പോകേണ്ട ഡ്രെയിനേജ്, ആ ഒരു ചെറിയൊരു മാൻഹോൾ പോലത്തെ സംഭവം, അത് മുഴുവൻ ശത്രു എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ മെറ്റൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മെറ്റൽ കൊച്ചു മെറ്റൽ, അത് മുഴുവൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചു. എടുത്ത് നിറച്ചു. പിന്നെ എങ്ങനെ വെള്ളം പോണേ? ഇന്ന് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ സത്യം അറിയാത്തത്? എന്തുകൊണ്ടാ ക്രിസ്തു വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൽ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നല്ലൊരു പങ്കിൻ്റെ ഉള്ളിൽ നദി ഒഴുകാത്തേ? ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ബൈബിൾ പറയുന്നിട്ട് എന്താ ഈ മക്കൾ കേൾക്കാത്തേ? ശത്രു വന്ന് അടച്ചു വച്ചിരിക്കുക. കാരണം ക്രിസ്തു മതക്കാരായി ഇവരെ കൂട്ടി നടത്തുക, അടച്ചു വച്ചിരിക്കുക. എങ്ങനെ? യാക്കോബിൻ്റെ കിണറുകൾ അടച്ച പോലെ. യാക്കോബിൻ്റെ കിണറുകളെ കുറിച്ച് പറയുന്നൊരു കാര്യം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, യാക്കോബ് ഞങ്ങളുടെ പിതാവായി യാക്കോബിനേക്കാൾ നീ വലിയവനോ, അവനെ ഞങ്ങൾക്ക് ഈ കിണർ തന്നത്. ഒരു കിണറിൽ പല കിണറും പുള്ളി കുത്തി. ഇത് ശത്രു വന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാ കിണറും കല്ലിട്ട് മൂടും. ഇതേപോലെയാണ് പിശാച് എന്ന ശത്രു അവൻ്റെ ആളുകളിലൂടെ എല്ലാം കല്ലിട്ട് മൂടും. എൻ്റെ പണി എന്നാണെന്നറിയാമോ? മൂടിയതൊക്കെ തുറന്നിട്ട് മക്കളെ കാണിച്ചു കൊടുക്കുക. മക്കളെ ഇതാണ് സംഭവം. യഥാർത്ഥം നിങ്ങൾ ആരാന്നറിയാമോ? ക്രിസ്തുവിനെ പോലെയുള്ള ദൈവത്തിൻ്റെ മക്കളാണ്. ക്രിസ്തുവിനാ ജനിക്കപ്പെട്ടതാ. ആദത്തിൻ്റെ തലമുറയല്ല നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ, ക്രിസ്തുവിൻ്റെ തലമുറയാണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുക. എന്നിട്ട് വെറും അറിവ് കൊണ്ട് മാത്രം നിൽക്കരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ പുറത്തേക്ക് വരുന്നുണ്ടോ? ലൈഫ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കിടക്കുക. ഏതോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കുറേ അറിവുകളുണ്ടായി, പക്ഷെ പുറത്തേക്ക് നിങ്ങൾക്ക് ജീവൻ വരുന്നില്ല എങ്കിൽ മൊത്തം തെറ്റിപ്പോയി. ഹല്ലേലൂയ. ഈ സിസ്റ്റം ഇനി വർക്ക് ചെയ്യില്ല. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് കൊണ്ട് നീ നിന്റെ പഴയ തുരുത്തി വെക്കരുത്. ജഡത്തിൻ്റെ സെറ്റപ്പ് ലോകത്തിൽ വലിയവനാകണതിൽ കൊണ്ട് വെക്കരുത്. അത് എത്ര നീ വലുതായാലും നിന്നെ മരണം ഒരു വട്ടപൂജ്യമാക്കി മാറ്റും. പകരം ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് നിന്റെ പുതിയ തുരുത്തിയിലെ വെക്കാൻ പാടുള്ളൂ. എവിടെ വലുതാകണം? ലോകത്തിലല്ല, സ്വർഗരാജ്യത്തിൽ വലിയവനാകണം. സബദി പുത്രന്മാരെ പോലെ യേശുക്രിസ്തുവിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള ആ ഒരു താല്പര്യം വേണം നമ്മുടെ അകത്ത്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലെ ചെറിയവനാകാനല്ല, സ്വർഗരാജ്യത്തിലെ വലിയവരാകുവാൻ. അത് നിത്യമാണ്. ഇതുകൊണ്ട് പറയുന്നത്, നൊടി നേരത്തെ ലഘുവായ കഷ്ടം, ഇപ്പോഴുള്ള അല്പ കഷ്ടം. അതായത് അല്പകാലത്തേക്ക് മനുഷ്യനുള്ളൂ, ഒരല്പസമയത്തേക്ക് മനുഷ്യനുള്ളൂ, പിന്നെ മൊത്തം ദൈവപുത്രനാ.
അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മളുടെ പ്രവർത്തന ശൈലി, ദൈവപുത്രന്മാരുടെ പ്രവർത്തന ശൈലി എന്തെന്ന് നമുക്ക് അറിയാൻ സഭയ്ക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അപ്പസ്തോലന്മാർക്ക് അന്ന് പറ്റി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത് വെളിപ്പെടുത്തുന്ന വിഷയമേ ഇല്ല. നാം തിരിച്ചറിയണം ദൈവപുത്രൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന്. വീണുപോയ മനുഷ്യൻ അവൻ ഏകനായി തോന്നിയതുപോലെ അവനിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കണം. അതാണ് യേശയ്യാ 53:6 പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളെല്ലാം തെറ്റിപ്പോയി. എന്താണ് തെറ്റ്? നിങ്ങളെല്ലാം താൻ്റെ വഴിക്ക് തിരിഞ്ഞു. യു ആർ ഡൂയിങ് തിങ്സ് ബൈ യുവർ ഓൺ. But Jesus said, I cannot do anything by my own. Everything is starting from my heavenly Father. ഇതാ ദൈവപുത്രന്മാരെ. വായിച്ചേ 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. ഇതാണ് ആദത്തിന്റെ മക്കള്. എന്താണ് ആ തെറ്റ്? നാം എല്ലാവരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അവനവൻ്റെ വഴിയാ, സ്വന്തം വഴി. ഞാൻ തന്നെ എൻ്റെ തല, തീരുമാനമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. എന്നാൽ ക്രിസ്തു പറയുന്നു, എൻ്റെ തല സ്വർഗസ്ഥ പിതാവ് ചെയ്ത് കാണുന്നതല്ല, അത് പറയുന്നതല്ല, അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ക്രിസ്തുവിൻ്റെ അതേ പ്രിൻസിപ്പിളാണ്, അതേ പ്രവർത്തന രീതിയാണ് നമ്മുടേത്. ഇത് മനസ്സിലാക്കണം. സ്വർഗസ്ഥ പിതാവ് തൻ്റെ ആത്മാവിനാൽ ദൈവപുത്രനായ ക്രിസ്തുവിൽ വസിക്കുകയും, ഇതാ ക്രിസ്തു പറയുന്ന, പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. യോഹന്നാൻ 14:10. പിതാവ് ആത്മാവാണ്, ഞാൻ ഭൂമിയിൽ വന്നത് ജഡമായിട്ടാണ്. എൻ്റെ ജഡത്തിലൂടെ ആര് വെളിപ്പെടുന്നു? ആത്മാവാകുന്ന പിതാവ് എൻ്റെ ജഡത്തിലൂടെ വെളിപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആരെ കാണാം? എന്നെ കാണുന്നവന് ഇതാ പിതാവിനെ കാണാൻ പറ്റും. കാരണം പിതാവ് ആത്മാവ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്നെ നോക്കിയാൽ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. മനസ്സിലായ? യോഹന്നാൻ 14:10 വായിച്ചേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവിനിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, പിതാവ്, ഏത് പിതാവ്? ആത്മാവാകുന്ന പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇത് നമ്മളിൽ നടക്കണം. ഇത് ആദത്തിലുള്ള നമ്മളിൽ നടക്കില്ല, ഇത് ക്രിസ്തുവിലുള്ള നമ്മളിലേ നടക്കൂ. മനസ്സിലായോ? ഈ ക്രിസ്തുവിനെ പോലെ ആകാനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. ഈ ഒരു സ്പിരിച്വൽ ടെക്നോളജി അല്ലെങ്കിൽ സ്പിരിച്വൽ എൻജിനീയറിങ് നാം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളത് അറിയുന്നില്ലെങ്കിൽ സ്വന്തമാക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. ലോത്ത് അബ്രഹത്തെ വിട്ടുപോയ ശേഷം ദൈവം അബ്രഹത്തോട് പറഞ്ഞു, അതായത് ഒരു കാര്യം എങ്ങനെ സ്വന്തമാക്കണമെന്നറിയാമോ? അവിടെ പറയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്ക് അവകാശമായി തരും. നീ കണ്ടാലേ, നീ നോക്കണം. നീ നോക്കുമ്പോൾ നീ അത് കാണുക. അതായത് നിനക്കത് മനസ്സിലായെങ്കിൽ നിനക്കത് കിട്ടും. ഇതാണ് യേശു പറഞ്ഞേ, നിങ്ങൾ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അത് നിങ്ങൾ കാണും. യു നീഡ് ടു സീ ദാറ്റ് ബൈ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ കാണണം. അത് കണ്ടിട്ട് നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങളത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ആദ്യം എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സഭയിലെ സത്യതാൽപരരായ ചിലരുണ്ട്, അവർക്കിത് കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. എൻ്റെ മോളെ ഇപ്പോൾ തന്നെ നിൻ്റെ ഈ മൺകൂടാരം ഇടിഞ്ഞ് താഴെ വീഴും, മരണം പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ അതിനു മുമ്പ് നിൻ്റെ ഉള്ളിലൊരു പുതിയ ടെക്നോളജി ആരംഭിച്ചിട്ടുണ്ട്, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ടെക്നോളജി. അതിൽ നീ വളർന്നു കയറണം. അതിൻ്റെ വർക്കിംഗ് മെത്തേഡ് ഇങ്ങനെയാണ്. ഇത് നാം മനസ്സിലാക്കണം, മനസ്സിലാക്കി പ്രവർത്തിക്കണം. പഴയ ടെക്നോളജി വിടണം. ഇനി എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ദയവീത് നിങ്ങളോട് പറയട്ടെ, നമ്മളാരും പിശാചിൻ്റെ കൂട്ടുകാരാകരുത്. ട്രിനിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഒറ്റ കാര്യമുള്ളൂ, ഫിറ്റിങ്സ് ഒന്ന് മാറ്റി ഫിറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നറിയാമോ? ഫിറ്റിങ്സ്, പിശാച് ഇത് ട്രിനിറ്റി ഫിറ്റ് ചെയ്തത് റോങ് സ്ഥലത്ത് കൊണ്ട് ഫിറ്റ് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കറക്റ്റ് സ്ഥലത്ത് ഫിറ്റ് ചെയ്യണം. ഞാനത് ഇതറിയാമോ, അവരാ വെള്ളം പോകാതെ ഡ്രെയിനേജ് മുഴുവൻ അടച്ചു കളഞ്ഞില്ലേ? ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെ നീളമെല്ലാം ഗ്ലൗസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടായിരുന്നു. ആ ഗ്ലൗസ് ഇട്ടിട്ട് അതെല്ലാം ആ കരിങ്കല്ല് ചീളുകൾ മുഴുവൻ എടുത്ത് പിറക്കി മാറ്റിയിട്ട് അത് ക്ലിയർ ചെയ്തപ്പോൾ വെള്ളം സുഖമായിട്ട് ഒഴുകാൻ തുടങ്ങി. ഒരു പ്രശ്നവും അവിടെ ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ആ കോൺക്രീറ്റ് മെറ്റൽ ഫിറ്റ് ചെയ്യേണ്ട അവിടെ ആയിരുന്നില്ല, പുറത്ത് കുറേയൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, അവിടെ ആയിരുന്നു കോൺക്രീറ്റ് ഇടേണ്ടത്. ഇതാ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിട്ട് എന്താ അറിയാമോ, മെറ്റൽസ് അതുമായിട്ട് മിക്സ് ചെയ്ത് ആ പുറത്തിട്ടു, പൊളിഞ്ഞു പോയ ഭാഗങ്ങളിലൊക്കെ ഇട്ടു.
അപ്പോൾ ഫിറ്റ് ചെയ്ത് നേരത്തെ ഫിറ്റ് ചെയ്ത റോങ് സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് ഫിറ്റ് ചെയ്തു. കാര്യങ്ങൾ ക്ലിയർ, എല്ലാം ഭംഗിയായി. നേരത്തെ നമ്മൾ ഫിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ട്രിനിറ്റി കൊണ്ട് ഫിറ്റ് ചെയ്ത് എവിടെയാണെന്നറിയാമോ? സ്വർഗസ്ഥ പിതാവിലായിരുന്നു കൊണ്ട് ഫിറ്റ് ചെയ്തത്. അവിടെയാണിത് വർക്ക് ചെയ്യാത്തത്. കാരണം സ്വർഗസ്ഥ പിതാവ് വചനം ക്ലിയർ ആയിട്ട് പറയുന്നു, ദൈവങ്ങളെന്ന് പറയുന്നവർ അനേകരുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അത് ത്രിയേക ദൈവമല്ല, ഏകദൈവം. ഹല്ലേലൂയ. യേശു കർത്താവ് നേരിട്ട് വിളിക്കുന്നു, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ യേശു ഒരിക്കലും നുണ പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. ഇനിയും ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാവരിലും വ്യാപരിക്കുകയും എല്ലാവരിലും പ്രവർത്തിക്കുകയും എല്ലാവരിലും ഇരിക്കുകയും ചെയ്യുന്നത് ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ ത്രിയേക അവിടെ ഫിറ്റാവില്ല, അവിടെ നിന്ന് ഊരിയെടുക്കണം. എന്നിട്ട് എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയാമോ? ക്രിസ്തുവിൽ ഫിറ്റ് ചെയ്യണം. ദൈവപുത്രനായ ക്രിസ്തുവിൽ ഫിറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് ഫിറ്റാവും. കറക്റ്റായിട്ട് ഫിറ്റാവുക. പിതാവ് പറയുന്നു, ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഏകനായി പ്രവർത്തിക്കുന്നത് സ്വർഗസ്ഥ പിതാവാ. എന്നെ കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ ക്രിസ്തു പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങളോട് പറഞ്ഞു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ല. പിതാവ് ആദ്യം ചെയ്യണം, എങ്കിലേ പുത്രൻ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ആ മെറ്റൽ അവിടെ നിന്നല്ല എടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്യണ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. അതവിടെ കോൺക്രീറ്റ് ചെയ്യണ മണ്ഡലത്തിൽ അത് ക്രമപ്പെടുത്തി ഫിറ്റ് ചെയ്തപ്പോൾ കറക്റ്റായല്ല. അതേപോലെ പിതാവിൽ നിന്ന് ത്രിയേകം അഴിച്ചെടുത്തിട്ട് അത് ക്രിസ്തുവിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുക. ക്രിസ്തുവിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി. ക്രിസ്തുവിൻ്റെ പ്രവർത്തന രീതി, ദൈവപുത്രൻ്റെ പ്രവർത്തന രീതി ത്രിയേകമാണ്. ഇനി ദൈവപുത്രൻ അനുരൂപമായി നമ്മളെയും പ്രവർത്തിക്കാൻ നിയമിച്ചാക്കി വെച്ചിരിക്കുന്നല്ലോ. നമ്മുടെയും പ്രവർത്തന രീതി ക്രിസ്തുവിൻ്റെ അതേ പ്രവർത്തന രീതിയാണെന്ന് നാം തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോഴാണ് ആത്മാവ് പറയുന്നത് ചെവിയുള്ളൂ കേൾക്കാനൊക്കെ നമുക്കും കഴിയുള്ളൂ. ആദ്യം നമ്മളിത് അറിയണം. ഇത് അറിഞ്ഞിട്ട് ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എനിക്കും അന്നുള്ള ആഹാരം അങ്ങ് തരണമേ. ഞാൻ ഇത്രയും നാൾ വായിച്ച് ചെയ്യുന്നവനായിരുന്നു, ഇനി എനിക്ക് കേട്ട് ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ. ഇത്രയും നാൾ ഞാൻ വീണ്ടും ജനിക്കാത്ത, ആത്മാവിൽ മരിച്ചുപോയ ഒരു മനുഷ്യപുത്രൻ, ആദത്തിൻ്റെ ജനറേഷനാണ്. പക്ഷേ ഇന്ന് ക്രിസ്തുവിൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ ജനറേഷനാണ്, ദൈവത്തിൻ്റെ ജനറേഷനാണ്. ഹല്ലേലൂയ. എൻ്റെ സിസ്റ്റം മാറി. ഇനി പുതിയ വീഞ്ഞ് കൊണ്ട് പഴയതിലല്ല വെക്കുന്നത്, ഇനി പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് വെക്കുന്നത്. എൻ്റെ മൈൻഡ് സെറ്റ് ഇന്ന് ദൈവപുത്രൻ്റെ മൈൻഡ് സെറ്റാണ്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, മനുഷ്യപുത്രൻ്റെ മൈൻഡ് സെറ്റാണ്, വീണുപോയ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് ഫിറ്റിങ്സ് ഒന്ന് മാറ്റി ഫിറ്റ് ചെയ്യുക. ഇതാ അവിടെ ഫിറ്റിങ്സ് മാറ്റി ഫിറ്റ് ചെയ്തപ്പോൾ എല്ലാം ക്ലിയറായി. ഇതേപോലെ നമ്മളൊന്ന് ഫിറ്റിങ്സ് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് സ്നാനത്തിൻ്റെ തർക്കമൊക്കെ തീരും. പിതാവ് പറഞ്ഞു, യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ഇതാ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട്. മത്തായി 28:18 നല്ല കാര്യമാണ്. ലോകത്തിലെല്ലാവരെയും എന്ത് ചെയ്യണം? ഇതനുസരിക്കാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഇന്ന് തർക്കം നടക്കണം. എന്താ? അപ്പോസ്തലന്മാർ ആരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിപ്പിച്ചില്ല, എല്ലാവരും യേശുവിനകത്ത് സ്നാനം കഴിപ്പിച്ചോളൂ എന്നും പറഞ്ഞ് തർക്കം നടക്കണേ. എന്താ? അവർക്കൊന്നും അറിയാഞ്ഞിട്ടാ? അപ്പോസ്തലന്മാർ, ഞാൻ വിശ്വസിക്കുന്ന അപ്പോസ്തലന്മാർ യേശു കൽപ്പിച്ചതുപോലെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ സ്നാനം കഴിപ്പിച്ചു. സ്നാനം സ്വീകരിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. കാരണം യേശുവിൻ്റെ നാമത്തിൽ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. ഒരു ദൈവപുത്രൻ്റെ പ്രവർത്തന രീതി പിതാവിൽ നിന്ന് ആരംഭിച്ച് തൻ്റെ ആത്മാവിനാൽ ദൈവം തൻ്റെ ഉള്ളിൽ വസിക്കുകയും തന്നിലൂടെ ദൈവം വെളിപ്പെടുകയും ചെയ്യുന്ന ഭൂമിയിലേക്ക്. ഈ പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കി ഈ സ്വർഗസ്ഥ പിതാവ് തൻ്റെ ആത്മാവാൽ ദൈവപുത്രരായ ക്രിസ്തുവിലുള്ള നമ്മളിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയാൽ ഈ വിഷയം തീർന്നു. നമ്മൾ അത് യാഥാർത്ഥ്യമായി പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഇനി ആ ടെക്നോളജി ഈ സ്ക്രീനിലൂടെ മനസ്സിലാക്കി തരാം. നമ്മുടെ വർക്കിംഗ് മെത്തേഡാണ്. പക്ഷേ ഇന്നത് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഒരു ഉറവയിൽ നിന്ന്, അപ്പം നമ്മളൊരു ഉറവയാണ്, നമ്മുടെ വായിലൂടെയാണ് ഉറവ പുറത്തുന്നത്. കയ്പും മധുരവും ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്ക്വാളിഫൈ ആയിരിക്കുക. ഇതാണ് ജെറമ്യ 15:19 വാക്യത്തിൽ കഴിഞ്ഞ സന്ദേശം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദൈവം പറയുകയാണ്, നീ മടങ്ങി വന്ന ഞാൻ സ്വീകരിക്കാം. എന്നിട്ട് നീ ആ കയ്പ് വരുന്നതൊക്കെ നിർത്തണം നിൻ്റെ വായിൽ നിന്ന്. നീ അധമമായത് ഒഴിവാക്കി
ഉത്തമമായിട്ട് സംസാരിച്ചാൽ നിൻ്റെ വായ് ദൈവമായി എൻ്റെ വായു പോലെ ഇരിക്കും. കാരണം യഥാർത്ഥത്തിൽ നിന്നെ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാ. നീ എന്നാ പറയണം അത് സ്ഥാപിക്കണം. നീ എൻ്റെ ശരീരത്തിൻ്റെ അവയവമായിട്ടാണ് നിന്നെ ഉണ്ടാക്കിയത്. എന്നെ പ്രതികരിക്കാനാണ് നിന്നെ ഉണ്ടാക്കിയത്. വായിച്ചേ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. അപ്പം നിന്നെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാനാണ്. പക്ഷെ നീ അവിടെ നിന്ന് ഓടി. നീ അവിടെ ഓടി വൃക്ഷത്തിൻ്റെ മറയിൽ മറഞ്ഞു. ഓടാൻ കാരണം വല്ലവൻ്റെ വാക്ക് കേൾക്കാൻ പോയി. ഇതാണ് നമ്മളോട് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഉപദേശം അല്ലാതെ ഒരുത്തം വന്നാൽ നിങ്ങളുടെ വീട്ടിൽ കയറ്റരുതെന്ന്. അയ്യോ അച്ചാച്ചൻ്റെ മോനല്ലേ, എങ്ങനെ കയറ്റാതിരിക്കും? ക്രിസ്തുവിൻ്റെ ഉപദേശം അല്ലാതെ ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അതിനോട് കുശലം പറയുക പോലും അരുത്. നീ വീഴും. ഹവ്വ വീണതുപോലെ നീ വീഴും. നീ വീണാൽ പിന്നെ നിനക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. അടുത്തവനെ വീഴിക്കാതെ നീ ആറത്തെയും വീഴിക്കും. അങ്ങനെ മൊത്തം വീഴും. മക്കളെ, നമ്മുടെ നിത്യജീവൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വചനം പറയാം, ദൈവം പറയും എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മളെ എന്തിനാ ഉണ്ടാക്കിയേ? ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യാറ്. ഇതാ നിങ്ങൾ തുടക്കത്തിൽ മക്കളെ നിങ്ങൾ കേട്ടില്ലേ, ആദ്യത്തെ 5.5 ദിവസം സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തെ 5.5 ദിവസം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതാരാ? ദൈവം കൽപ്പിച്ചതൊക്കെ ഉണ്ടായില്ലേ? ശരിയായില്ലേ? 5.5 ദിവസത്തിൻ്റെ അവസാനം 6-ാം ദിവസം ദൈവം ആരെ ഉണ്ടാക്കി? മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ദൈവം കൽപ്പിക്കാൻ പോയോ? പിന്നെ ആരെ സംസാരിക്കണേ? പിന്നെ മനുഷ്യനെ സംസാരിക്കണേ ദൈവത്തിന് വേണ്ടി. മനസ്സിലായോ? മനുഷ്യൻ എന്ത് പേര് വിളിച്ചോ മൃഗങ്ങൾക്കൊക്കെ അതവർക്ക് പേരായി. ഹല്ലേലൂയ. ദൈവത്തിന് പകരം നിൽക്കുന്നവനാണ് അവൻ. ദൈവം നിർത്തിയിരിക്കുകയാണ് അവന്. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി 1:26 പറയുന്നത്, നമ്മുടെ ഭൂമി അവർ വാഴട്ടെ. ആര്? മനുഷ്യൻ. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അവർ ഭൂമിയെ വാഴട്ടെ. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. ഇനി ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവം ഇനി നേരിട്ട് സംസാരിക്കുകയല്ല, ദൈവം മനുഷ്യനോട് സംസാരിക്കും. തൻ്റെ ആത്മാവിൽ മനുഷ്യൻ ലോകത്തിലൂടെ സംസാരിക്കും. ഈ പ്രവർത്തനമാണ് ത്രിയേകം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനോട് സംസാരിക്കും, മനുഷ്യൻ ദൈവത്തിന് പകരം ലോകത്തോട് സംസാരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ദിസ് ഈസ് ദ റൂളിംഗ് സർക്കിൾ. ഈ റൂളിംഗ് സർക്കിൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ സ്പിരിച്വൽ എഞ്ചിനീയറിംഗ്. ഹല്ലേലൂയ. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, IT പഠിച്ചിട്ടുണ്ട്, ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പിരിച്വൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല. ഇത് ക്രിസ്തു പഠിപ്പിച്ചു തരുന്നതാ. ഇതാ ക്രിസ്തു പറഞ്ഞേ, ലേൺ ഓഫ് മീ, എന്നോട് പഠിക്കുക. ഹല്ലേലൂയ. നമ്മളതാ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരല്പസമയമേ ഉള്ളൂ. ആ ടെക്നോളജി റൗണ്ട് മാത്രം നമുക്ക് കണ്ടിട്ട് നമുക്ക് ബാക്കി ദൈവം അനുവദിക്കുക അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാം. Jesus, I love you. Thank you, Daddy. I love you. ശ്രദ്ധിച്ച് ഈ ഒരു ടെക്നോളജി മനസ്സിലാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്ദേശം ന്യൂ ക്രിയേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് പഴയ തിരുത്തി വെച്ചാൽ കാര്യമൊന്നും നടക്കില്ല. ഇത് നമ്മളുടെ മോനെ ഓസ്ട്രേലിയക്ക് അയക്കാനോ മോളെ കാനഡയ്ക്ക് അയക്കാനുള്ള ടെക്നോളജി അല്ല ഇത്. പകരം നമ്മൾ നിത്യമായി ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ മക്കളും ഈ ഭൂമിയുടെ ഭരണകർത്താക്കളുമായി ദൈവം നമ്മളെ തൻ്റെ കൂടെ നിർത്തുകയാണ്. തൻ്റെ പ്രതിനിധികളായിട്ട് ക്രിസ്തുവെ പോലെ ക്രിസ്തുവിൽ നമ്മളെ നിർത്തുകയാണ്. ഇതാ ഇവിടെ എഴുതി നമുക്ക് കാണാം, ഏകനായ സ്വർഗസ്ഥ പിതാവ് ത്രിയേകമായി തൻ്റെ മക്കളിലൂടെ പ്രവർത്തിക്കുന്നു. ഫിറ്റിങ്സ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ത്രിയേകം എന്നുള്ള ഫിറ്റിങ് സ്വർഗസ്ഥ പിതാവിലല്ല എന്ന്, അത് ക്രിസ്തുവിലാണെന്ന്, ദൈവപുത്രനിലാണ്. ആ ദൈവപുത്രനെ പോലെയാണ് നമ്മളുമായി തീരേണ്ടത്. നമ്മുടെ ഉള്ളിലെ പ്രവർത്തനം ത്രിയേകമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഈ ഒരു തലം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതാണ് ആ ടെക്നോളജി. പക്ഷേ ഈ ടെക്നോളജിയിലല്ല നമ്മൾ ഇന്നട്ടോ. നമ്മുടെ ടെക്നോളജി വേറെ കിടക്കണേ. ആ ടെക്നോളജിയെ വിട്ടിട്ട് നമ്മൾ ഈ ടെക്നോളജിയിലേക്ക് കാരണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് കാണാം. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഫോട്ടോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, മനസ്സിലാക്കി കൊണ്ടുപോകാം. ശ്രദ്ധിച്ചേ,
ദൈവം, സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം, ഇതാ നമ്മൾ സ്പിരിറ്റ് എന്ന് കേൾക്കുന്നുണ്ടോ? ആത്മാവ്, ഇത് നമ്മുടെ ദേഹി, ഇത് നമ്മുടെ ശരീരം. മനുഷ്യൻ്റെ 3 ഭാഗമാണ്: ആത്മാവ്, ദേഹി, ദേഹം. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. അത്യുന്നതനായ ദൈവം തൻ്റെ ആത്മാവിൽ നമ്മുടെ സ്പിരിറ്റിനോട് സംസാരിക്കുന്നു, ആത്മാവിൽ വസിക്കുന്നു. അതിലൂടെ ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്കൊന്നും വരുന്നില്ല, തൻ്റെ ആത്മാവിലൂടെ നമ്മുടെ സ്പിരിറ്റിൽ വസിക്കുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിലുള്ളതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനറിയാം. ആ ചിന്തകൾ നമ്മുടെ സോളിലേക്ക് വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവം എന്ന ശരീരത്തിലൂടെ അത് ഭൂമിയിലേക്ക് വിളിച്ചു പറയുന്നു. കണ്ടോ, ഒരു പച്ച ലൈൻ വരുന്നത് കണ്ടോ? ഭൂമിയിലേക്ക് വിളിച്ചു പറയുന്നു. ഈ പ്രവർത്തനമാണ് ത്രിയേകം. ഹല്ലേലൂയ. ഇതൊരു ദൈവപുത്രൻ്റെ പ്രവർത്തനമാണ്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ക്രിസ്തു യേശുവായി ജഡം ധരിച്ചു വന്നപ്പോൾ പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? എൻ്റെ പിതാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പിതാവ് അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിൻ തല ദൈവം. എൻ്റെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നത്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ഒരു പ്രവർത്തന രീതിയാണ് നടക്കുന്നത്. എങ്ങനെ? സ്വർഗസ്ഥ പിതാവ് തൻ്റെ ആത്മാവിലൂടെ, ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ്, ഒരു പ്രാവിൻ്റെ രൂപത്തിൽ കാണിച്ചിട്ടുണ്ടോ? റെപ്രസെൻറ്റേഷനാണ്, നമ്മളിൽ വസിക്കുകയും, അങ്ങനെ സ്വർഗസ്ഥ പിതാവ് നമ്മളിൽ തൻ്റെ ആത്മാവിലൂടെ വസിക്കുകയും ഇതേ ആത്മാവിലൂടെ നമ്മിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ശരീരം എന്തിനു വേണ്ടിയാണ്? മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി കാണാൻ പറ്റില്ല. ആത്മാക്കൾക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി കാണണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. ഇതാ ഭൂതം ഇളങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂതം ഇളകിയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ എന്നിട്ട് പറയും, ഞാൻ യക്ഷിയാണ്, ഞാൻ അന്നതാണ്, ഇന്നതാണ്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ ശരീരത്തിലൂടെ എന്താ കാണുന്നത്? ആത്മാവാകുന്ന ആ പൈശാചിക രൂപത്തെയാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്പിരിറ്റിന് വെളിപ്പെടണമെങ്കിൽ ശരീരം വേണം. ഇതുപോലെ ദൈവത്തിന് വെളിപ്പെടണമെങ്കിൽ ശരീരം വേണം. ഇതുകൊണ്ടാണ് വചനമാകുന്ന ക്രിസ്തു മാംസമായി വന്നപ്പോൾ ആ ശരീരത്തിലൂടെ ദൈവം വെളിപ്പെട്ടത്. അതിൻ്റെ ഉള്ളിൽ ആത്മാവിൽ ദൈവം വസിച്ച് ആ ശരീരത്തിലൂടെ വെളിപ്പെടുമ്പോൾ യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. വേണമെങ്കിൽ ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് യക്ഷി വെളിപ്പെട്ടപ്പോൾ ആ സ്ത്രീക്ക് സുബോധം ഉണ്ടെങ്കിൽ പറയായിരുന്നു, എന്നെ കാണുന്നവൻ യക്ഷിയെ കാണുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ നമ്മളെ കാണുന്നവൻ, ക്രിസ്തുവിലുള്ള നമ്മളെ കാണുന്നവനും ക്രിസ്തുവിനെ കാണണം, സ്വർഗസ്ഥ പിതാവിനെ കാണണം. അതേ രൂപത്തിൽ നമ്മൾ ആയിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ സർവ്വ സൃഷ്ടികളും ഈറ്റുന്നതോടെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു ആകാംക്ഷയോടെ. ഇത് പക്ഷെ നമുക്കിത് വല്ലതും അറിയോ? ഈ വെളിപ്പെടേണ്ട നമ്മളാണെന്നുള്ള കാര്യം നമുക്കറിയോ? നമുക്കറിയില്ല. നമ്മളെ കോമയിലിട്ടിരിക്കുക. സർവ്വ സൃഷ്ടികളും കാത്തിരിക്കുക നമ്മൾ മനുഷ്യപുത്രനായ നമ്മുടെ ഉള്ളിൽ ദൈവപുത്രൻ വെളിപ്പെടാൻ. റോമ 8:19 വായിച്ച്. ഇതാ അവിടെ പറയാണ്, സർവ്വ സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുക നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടാൻ. 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി, സർവ്വ സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്. അപ്പോൾ ദൈവപുത്രന്മാർ എവിടെ ഉണ്ടല്ലോ? എവിടെയാ ഉള്ളേ? അഭിലാഷ്, എവിടെയാ ഉള്ളത് ദൈവപുത്രന്മാർ? നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം ഈ ബോധം വേണം. മനുഷ്യപുത്രനായി എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ദൈവപുത്രനുണ്ട്, പക്ഷെ വെളിപ്പെട്ടിട്ടില്ല. ഒരു കോഴിമുട്ടയുടെ ഉള്ളിൽ എന്നാ ഉണ്ട്? കോഴിയുണ്ട്, പക്ഷെ വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടണമെങ്കിൽ ആ തള്ളക്കോഴിയുടെ ചൂട് ചില നാളുകൾ ഏറ്റു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോഴിക്കുഞ്ഞ് വെളിയിറങ്ങും. വീട്ടിലുള്ള അമ്മച്ചിയും ചേട്ടനും ചേച്ചിയും ഒക്കെ കാത്തിരിക്കുക അതിനു വേണ്ടി. ഹല്ലേലൂയ. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ക്രിസ്താനുരൂപനുണ്ട്. ഒറിജിനൽ ക്രിസ്തുവിനെ സ്വീകരിച്ചാലോ കേട്ടോ, അല്ലാത്തവരെ വ്യാമോഹമൊക്കെ വെട്ടിയിട്ട് ഒറിജിനൽ സ്വീകരിച്ചോളണം. ഹല്ലേലൂയ. ചതിയൊക്കെ മാറ്റിയിട്ട് ഒറിജിനൽ സ്വീകരിച്ചോളണം. ഇത്രയും പറഞ്ഞാൽ മതി നിങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഭൂമിയിലേക്ക് അയച്ച, അത് കറക്റ്റായിട്ട് പറയണം, അങ്ങ് ഭൂമിയിലേക്ക് അയച്ച, ഞങ്ങൾക്ക് ജീവൻ തരുവാൻ അങ്ങ് ദൈവരാജ്യം പ്രസംഗിക്കാൻ ഏൽപ്പിച്ച ആ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു. മാറിപ്പോകരുത്. ഇതുകൊണ്ടാണ് പലപ്പോഴും പപ്പ എന്ന് വിളി, ഞാൻ എവിടെയൊക്കെ ആരൊക്കെ വിളിച്ചപ്പോൾ വേറെ ചിലർ വിളി കേട്ടു. കാരണം ആ പേര് അവരുടെയും കൂടി ആയിരുന്നു. അതുകൊണ്ട് കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ പേര് വിളിക്കരുത്, സ്ഥലവും കൂടി പറഞ്ഞ് വിളിച്ചോളണം. സ്ഥലവും കൂടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ട, സ്ഥലം മാറി ചിലപ്പോൾ ഭൂമിയിലെ പിതാവ് വിളിക്കും.
എന്താടി വിളിച്ചായിരുന്നോ? അപ്പോൾ കറക്റ്റ് സ്ഥലം പറഞ്ഞോളാം. കാരണം ധാരാളം പേര് അല്ലാത്ത പേരുകൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാത്തതിനൊക്കെ പുറത്തിറക്കുക. റൈറ്റായിട്ടുള്ള സ്പിരിച്വൽ സ്പേം അകത്ത് കയറ്റുക. അല്ലാത്തതാണെങ്കിൽ വർക്ക് ചെയ്യില്ല. അതാണ് എൻ്റെ തെളിവ്. വർക്ക് ചെയ്യില്ല ഈ സംഭവം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലനദി പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഒരു പ്രവർത്തന ശൈലിയാണ് സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. നമ്മുടെ ആത്മാവിലാണ് സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ സോളിലേക്ക്, അവിടെയാണ് നമ്മുടെ ഹൃദയമുള്ളത്, അങ്ങോട്ടേക്ക് തള്ളിത്തരുന്നു. പിന്നെ താഴേക്ക് ഇതാ നമ്മളുടെ ശരീരം ഉപയോഗിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് വെളിപ്പെടുന്നു. എന്നാൽ ഇതാണ് പ്രവർത്തനം. എന്നാൽ ഈ പ്രവർത്തനം ഇന്ന് നടക്കുന്നില്ല. കാരണം എന്താ പറയുമോ? ഇതൊരു എഞ്ചിനാണ്. ഇതാണ് റൈറ്റ് എഞ്ചിൻ കേട്ടോ. സോറി, ഈ കാണുന്നതാണ് റൈറ്റ് എഞ്ചിൻ. ഈ കാണുന്നത് ശരിയായ എഞ്ചിനാണിത്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന ഒരു വിരളമാണ്. ഇനി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ കാണിച്ചു തരട്ടെ. വേറൊരു എഞ്ചിൻ. ഇതാണ് പിശാച് ഇൻസ്റ്റാൾ ചെയ്ത മറ്റൊരു എഞ്ചിൻ. നോക്കിക്കോട്ടോ, ഇതാണ് മറ്റൊരു എഞ്ചിൻ. കണ്ടോ, ഇവിടെയും ആരംഭിക്കും. ഈ പ്രവർത്തനവും ത്രിയേകമാണ്. പിശാചിൻ്റെ പ്രവർത്തനം നമ്മളിലുള്ളത് ത്രിയേകമാണ്. അത് പിശാചിൽ നിന്ന് ആരംഭിക്കുന്നു, നമ്മുടെ ജഡത്തിലൂടെ കയറുന്നു, അങ്ങനെ അതും നമ്മുടെ സോളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലെത്തുന്നു. അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിലൂടെ വെളിയിലേക്ക് വരുന്നു. അത് വീണുപോയ മനുഷ്യൻ്റെ വർക്കിംഗ് സിസ്റ്റമാണ്. ഹല്ലേലൂയ. വീണുപോയ മനുഷ്യൻ്റെ വർക്കിംഗ് സിസ്റ്റം. ഇതാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അവർ മൊത്തം ഇരുട്ടില്ല, അവർക്കൊന്നും അറിയില്ല. അവർ ഇരുട്ടില്ല, എങ്ങോട്ടേക്ക് പോകുന്നത് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് രണ്ട് വർക്ക് സിസ്റ്റമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വർക്കിംഗ് സിസ്റ്റം, ദൈവത്തിനായ ക്രിസ്തുവിൻ്റെ വർക്കിംഗ് സിസ്റ്റം. അതേ സിസ്റ്റത്തിലേക്കാണ് നമ്മളും ചെന്ന് ചേരേണ്ടത്. പക്ഷേ നമ്മളിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ഈ പൈശാചിക വർക്കിംഗ് സിസ്റ്റമാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ, മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ അധിപതി പിശാചിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നു. ഇപ്പോഴല്ല, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ സിസ്റ്റം വേറെയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, സംഭവം മാറി. പക്ഷെ നിങ്ങൾ മാറിയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾ മാറൂ. നിങ്ങളുടെ അകത്ത്, അതായത് നിങ്ങൾക്ക് നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി പെട്രോൾ ഒഴിച്ച് ഓടുന്നൊരു വണ്ടിയായിരുന്നു. നിങ്ങളുടെ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ വണ്ടി പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിനാക്കി. മോളായ നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിലോ? നിങ്ങൾ വീണ്ടും അതിൽ പെട്രോൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കും. അത് വർക്ക് ചെയ്യില്ല. ഇതാ കർത്താവ് യേശു പറഞ്ഞു, ഞാൻ തരുന്ന പുതിയ വീഞ്ഞു കൊണ്ടുപോയി നിൻ്റെ പഴയ തുരുത്തിയിൽ വെക്കരുത്. ഹല്ലേലൂയ. കാരണം തുരുത്തി പൊളിഞ്ഞു പോകും, അതായത് നീ നശിച്ചു പോകും. നീ കേട്ട വചനം കൊണ്ട് ഒരു ഗുണം ഇല്ലാതെയായി വരും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ വെക്കേണ്ടേ. അപ്പോൾ ഈ സംഭവം മനസ്സിലാക്കണം. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ മനോഭാവത്തിലാണെങ്കിൽ, ഈ ആളുകളുണ്ട്, ഇവിടെ ഇരിക്കുന്ന ആളുകളില്ലേ, ഈ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്, പിശാചിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, അവർക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് അവർ വന്നിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് അറിയാമോ? എനിക്ക് ലോകത്തിൽ കുറച്ചും കൂടെ വലുതാകണോ, എനിക്ക് ഇന്ന ഗുണം കിട്ടണോ, ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടണോ. എവിടെ? ഈ ഭൂമിയിൽ. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് ഈ വചനം ഒരു ഗുണവുമില്ല. കാരണം അവരാഗ്രഹിച്ചത് എന്താ? ഈ ലോകത്തിലെ അനുഗ്രഹം, മരണത്തോടുകൂടി തീരുന്ന. പക്ഷേ ക്രിസ്തു തരുന്നതോ നിത്യമായി നിലനിൽക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരിക്കൽ പാസ്റ്റർ ബാബു ചെറിയാൻ, ഞാനൊരിക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, അദ്ദേഹം വൈഫും കൂടി വണ്ടിയിൽ വരിക. അപ്പോൾ ഞാൻ കാത്തു നിന്നു. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഒരു മീറ്റിങ്ങിന് പോയിട്ട് വരിക. എന്തു പറയാനാ, ഞാൻ പറഞ്ഞതല്ലായിരുന്നു അവർക്ക് വേണ്ടേ. അവർക്ക് വേണ്ടത് ഇവിടുത്തെ കാര്യം, ഞാൻ പറഞ്ഞത് അവിടുത്തെ കാര്യം. അതുകൊണ്ട് അവിടുത്തെ കാര്യം പറഞ്ഞാൽ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളിപ്പോൾ വൈറ്റിലേ നിൽക്കുകയെന്ന് വിചാരിക്കുക വണ്ടി കയറാനായിട്ട്. നിങ്ങൾ വൈറ്റിൽ നിൽക്കുക. ഇങ്ങനെ വൈറ്റിലയിൽ നിങ്ങൾ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ, നിങ്ങൾക്കിപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് പോകേണ്ടെന്ന് വിചാരിക്കുക. വൈറ്റിൽ നിങ്ങൾ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ആലപ്പുഴയ്ക്ക് വണ്ടി വന്ന് നിങ്ങൾ കയറുമോ? കയറൂല. കാരണം നിങ്ങൾ വൈറ്റിലെയാണ് നിങ്ങളുടെ ഇവിടെ എഴുതി വെച്ചേക്കണേ, അല്ലേ? ഇതേപോലെ നമ്മളുടെ അകത്ത് ഇവിടെ ലോകത്തിൽ വലിയവനാണ് എഴുതി വെച്ചേക്കണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മൊഴികൾ വന്നാൽ നിങ്ങൾ കയറൂല. കാരണം അത് പോകുന്ന ദൈവരാജ്യത്തിലേക്കാണ്. എനിക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കല്ല, എനിക്ക് പോകേണ്ടത് ഇവിടെ വലിയവനാകണം. ആദ്യം തന്നെ നമ്മളുടെ ദർശനം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വചനം കൊണ്ട് ഗുണം ഉള്ളൂ, അല്ലെങ്കിൽ യാതൊരു ഗുണവുമില്ല.
മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കണം. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഈ സിസ്റ്റം നമ്മൾ ഇനി ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ശുശ്രൂഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ സഹോദരങ്ങൾ പറയരുത് ഈ സിസ്റ്റം ഞങ്ങൾക്ക് പഠിക്കണ്ട, ട്രിനിറ്റി ഞങ്ങൾക്ക് അറിയണ്ട, ആണിട്ട് അറിഞ്ഞേ പറ്റൂ. കാരണം നമ്മുടെ പ്രവർത്തന രീതിയാണത്, ക്രിസ്തുവിൻ്റെ പ്രവർത്തന രീതിയാണത്. സ്വർഗസ്ഥ പിതാവിൽ നിന്ന് താൻ ആരംഭിക്കുന്നു. എങ്ങനെ? തൻ്റെ ആത്മാവിലൂടെ. ഹല്ലേലൂയ. ഇതാ ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ യഹോവയാം ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദൈവം തൻ്റെ ആത്മാവിനാൽ ദൈവത്തിനായ ക്രിസ്തുവിൽ വസിക്കുകയും ദൈവം തൻ്റെ ആത്മാവിനാൽ ദൈവത്തിനായ ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെയും പ്രവർത്തനം. ആ ക്രിസ്തുവോട് അനുരൂപമാകുവാൻ നമ്മളെയും മുൻ നിയമിച്ചിരിക്കുന്നു. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിത് ഫിറ്റ് ചെയ്തത് സ്വർഗസ്ഥ പിതാവിലായിരുന്നു. അതുകൊണ്ട് എല്ലാം അടഞ്ഞുപോയി. അവിടെ നിന്ന് ഊരിയെടുക്കുക, ക്രിസ്തുവിൽ ഫിറ്റ് ചെയ്യുക. വളരെ മനോഹരമായി പാപം ചെയ്യാൻ കഴിയാത്ത ദൈവപുത്രൻ നിങ്ങളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമ്മുടെ ശക്തിയോ നമ്മുടെ മിടുക്കോ അല്ല, അത് വിത്തിൻ്റെ ശക്തിയാണ്. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ വിത്ത് അവൻ, ആ സ്പേം വിത്ത് ബീജം അവനിൽ വസിക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിവുള്ളത് അല്ല. പക്ഷേ ഇത്രയും നാളും തുറന്നെടുക്കേണ്ട സ്ഥലം കൊണ്ട് അടച്ചു, അടയ്ക്കേണ്ട സ്ഥലം കൊണ്ട് തുറന്നും വെച്ചു. അതങ്ങനെയല്ല. മനസ്സിലാക്കുക, സ്വർഗസ്ഥ പിതാവിലല്ല ആ ത്രിയേകത വർക്ക് ചെയ്യുന്നത്. ത്രിയേകത വർക്ക് ചെയ്യുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിലാണ്. സ്വർഗസ്ഥ പിതാവ്, വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ പിതാവായ ഏകദൈവമേ നമുക്ക് ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നാം വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ അനുസരിച്ച് മാത്രം പോവുക. ആദ്യം എന്തറിയണം? ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. അപ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോൾ ദൈവം ഇപ്പോൾ ചെയ്യുന്നത് അനേക ദൈവപുത്രന്മാരെ ക്രിസ്തുവിൽ ഒരുക്കുകയാണ്. ഇതാണ് ദൈവഇഷ്ടം ആദ്യം അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. നാം എന്ത് കാണുന്നുവോ അത് നമുക്ക് അവകാശമാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പണ്ട് മനസ്സിലാക്കിയതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതാ ആദ്യം ദൈവഇഷ്ടം മനസ്സിലാക്കിയതിന് ശേഷം തുടർന്ന് അക്ഷരം വായിക്കാം, ആത്മാവിനെ കേൾക്കാം. ആത്മാവിനെ കേൾക്കുന്നത് വിശുദ്ധ ബൈബിളിലെ അക്ഷരത്തിലൂടെ നാം ഉറപ്പിക്കണം. വിശുദ്ധ ബൈബിളിലെ വചനമില്ലാതെ ഒന്നും എടുക്കരുത്. പക്ഷേ ഈ നാളിൽ ആത്മാവിനെ നാം കേൾക്കുമ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ മാത്രമല്ല വരുന്നത്, അതിൻ്റെ കൂടെ ജീവനും കൂടെ വരുന്നു. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നല്ലോ ഈ വാക്കുകളാൽ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എത്ര നന്നായി പഠിപ്പിക്കുന്ന നമ്മുടെ അപ്പച്ചൻ, എത്ര നന്നായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. 2 എഞ്ചിനുകളെ കുറിച്ച് നാം കേട്ടു. ഒന്ന്, യേശുക്രിസ്തു പ്രവർത്തിക്കുന്ന സ്വർഗസ്ഥ പിതാവിൽ നിന്ന് തൻ്റെ ആത്മാവിനാൽ ആരംഭിക്കുന്ന ആ ദൈവിക പ്രവർത്തനം. നമുക്കതിനെ ത്രിയേകമായി കരുതാം. ക്രിസ്തുവിൽ നാം സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി ചേരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എങ്ങനെ? തൻ്റെ ആത്മാവിലൂടെ. ഇതാണ് യേശു പറയുന്നത്, പിതാവേ ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ. എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഇവരും നമ്മളിൽ ഒന്നാകേണ്ടതിന് എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായമാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, നിങ്ങൾ എന്നിലെ ശാഖകളുമാകുന്നു. ഒരുത്തൻ എന്നിൽ വസിക്കുന്നുവെങ്കിൽ അവൻ അധികം ഫലം കായ്ക്കും. എന്നിൽ വസിക്കാത്തവൻ അവനൊരു ഉണക്കക്കൊമ്പ് പോലെ അവനെ പുറത്ത് കളഞ്ഞ് തീരിട്ട് ചുട്ടുകളയും. ആ പിതാവ് ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളം മുന്തിരിവള്ളിയെയും ശാഖയെയും എല്ലാം ഒന്നാക്കി മാറ്റുന്നു. അത് പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു, മുന്തിരിവള്ളിയിലൂടെ പ്രവേശിക്കുന്നു, ശാഖയിലെത്തുന്നു, ശാഖ ഫലം കായ്ക്കുന്നു. എല്ലാം കൂടി ഒന്നായി മാറി. ഒരു ത്രിയേക പ്രവർത്തനം.
എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഇത് മറഞ്ഞുപോയി. ഇത് മാറ്റി ഫിറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്യേണ്ട ആ മെറ്റലെടുത്ത് വെള്ളം പോകുന്ന ഹോൾ ഇട്ട് അടച്ചു കളഞ്ഞ ശത്രുവെ പോലെ, യാക്കോബിൻ്റെ കിണറുകളെ മൂടിക്കളഞ്ഞ ശത്രുക്കളെ പോലെ. എന്നാൽ യാക്കോബിൻ്റെ തലമുറയിലെ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ആ പിശാച് മൂടിയതൊക്കെ അവർ തുറന്നു. ഇന്ന് നമ്മളുടെയും ചിന്ത, ദുഷ്ടൻ ഇതുവരെയും മറച്ചു വെച്ചതിനെ തുറക്കുക. സത്യമറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കാൻ ഇടയാകും. തുറക്കുമ്പോൾ ശത്രുക്കൾ വരും. അവർ ചുറ്റും നിന്ന് കല്ലുകൾ എറിയും, പലതും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ പലതിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. അരുതാത്തതിനൊന്നും റെസ്പോണ്ട് ചെയ്യരുത്. പലയിടത്തും യേശുവിനെ കുറിച്ച് കാണാം, യേശു ആ വാക്ക് കാര്യമാക്കേണ്ട വാക്കുകൾ മാത്രം കാര്യമാക്കുന്നു. ഈ സിസ്റ്റത്തിൽ വേണം നമ്മൾ പ്രവർത്തിക്കാൻ. എന്നാൽ നമ്മളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്റം അതല്ല. വീണുപോയ മനുഷ്യൻ്റെ ജഡത്തിലുള്ള പ്രവർത്തന ശൈലിയാണ്. അവനെല്ലാം സ്വയമേ ചെയ്യുന്നു. പിശാച് അതിനെ എംപവർ ചെയ്യുന്നു. അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ തിന്മകൾ നിറഞ്ഞു കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ വല്ലപ്പോഴും ഒരു വചനം കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നന്മയും വരുന്നു. ഒരു വായിൽ നിന്ന് ദൈവത്തോടുള്ള സ്തുതിയും അപ്പോൾ തന്നെ സഹോദരനോടുള്ള ചീത്ത വാക്കുകളും ഒരേ വായിൽ നിന്ന് വരുന്നു. മധുരവും കയ്പും ഒരേ ഉറവയിൽ നിന്ന് വരുന്നു. അങ്ങനെയായിരിക്കുന്ന യോഗ്യമല്ല. ആ പേഴ്സൺ ഡിസ്ക്വാളിഫൈ ആയി മാറുകയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ അധമമായത് ഒഴിക്കണം, എന്നിട്ട് ഉത്തമമായത് സംസാരിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പാകെ നിർത്തും. നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പാകെ നിർത്തും. നിന്റെ വായ എൻ്റെ വായ് പോലെ ആയിത്തീരും. നിന്നെ ഞാൻ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ്. 5 ദിവസം ഞാൻ കൽപ്പിച്ചു, എല്ലാം ഉണ്ടായി. നിന്നെ ഉണ്ടാക്കിയതിന് ശേഷം നീ കൽപ്പിക്കുന്നു, അതേപോലെ സംഭവിക്കുന്നു. എനിക്ക് പ്രതിനിധിയായി ഈ ഭൂമിയെ വാഴേണ്ടവനാണ് നീ. പക്ഷെ നീ തിരിച്ചറിയുന്നില്ല. പിശാച് മതങ്ങളിലൂടെ, ഡിനോമിനേഷനിലൂടെ, സംഘടനകളിലൂടെ ഒക്കെ നിന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതൊക്കെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. അന്യ സംഭാഷണങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിലും ഹവ്വയുടെ രൂപത്തിലും ഒക്കെ കടന്നു വരാം. യേശുക്രിസ്തു ഉപദേശവുമായി അല്ലാതെ വരുന്നവനോട് കുശലം പോലും പറയരുത്, അവനെ ഭവനത്തിൽ കൈക്കൊള്ളരുത്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. അല്പസമയമേ നാം മനുഷ്യരായിട്ട് ഇവിടെ ഉള്ളൂ. ഇനി മൊത്തം ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ജയം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇത്രമാത്രം ഏഴകളെ സ്നേഹിച്ച് അങ്ങ് തരുന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന ശൈലിയിലേക്ക്, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഏത് പ്രവർത്തന ശൈലിയായിരുന്നോ ഞങ്ങൾക്ക് ആ പ്രവർത്തന ശൈലിയിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന അങ്ങയുടെ സ്പിരിച്വൽ എൻജിനീയറിങ്ങിനായി നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങ് ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഇനിയും തുറന്നു കൊടുക്കണമേ. ഇനിയും ഈ ശബ്ദ കാഴ്ച പരിധിയിൽ കേൾക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നു. ഇവിടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂട്ടായിരിക്കണമേ കർത്താവേ. എല്ലാ ജഡിക ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടി ഇത് നൽകപ്പെടുമെന്നുള്ള അങ്ങയുടെ വിശുദ്ധ വാഗ്ദത്ത പ്രകാരം അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഈ മക്കളുടെ മേൽ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങ് റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ഇവരെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. സ്വീകരിച്ചാട്ടെ. ഇവരെ ഭാരപ്പെടുന്ന രോഗങ്ങളുടെ മേലെ യേശുക്രിസ്തുവിന്റെ അടിപ്പുറമുള്ള സൗഖ്യം ഇവരുടെ മേൽ കൽപ്പിക്കുകയാണ്. ആ വേദനകൾ യേശുവിനതിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുക. ഇവരെ അനുഗ്രഹിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ ദുഷ്ടം കൊണ്ടുവന്നിരിക്കുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ഇവരുടെ കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി മാറട്ടെ. സർവ്വമഹത്വ സ്വർഗ്ഗസ്ഥ പിതാവിന് കരങ്ങളടിച്ച് ദൈവം തന്നൊക്കെ സ്വീകരിച്ചാട്ടെ. വി താങ്ക് യു അപ്പ. വി താങ്ക് യു ആൻഡ് വി റിസീവ് ഇറ്റ് ഫ്രം യു ഡാഡി. നന്ദിയോടെ സ്വീകരിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങിൽ നിന്ന് സ്വീകരിക്കുന്നു. താങ്ക് യു അപ്പ. താങ്ക് യു.
പ്രിയ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. കേട്ട വചനം ദീപം പോലെ ഏറ്റെടുക്കുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. സ്വർഗ്ഗസ്ഥ പിതാവ് നമ്മളോട് തരും. അതായത് ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ള കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, ഇത് കേൾക്കുമ്പോൾ ഇത് ലോകം കാണാത്തതായിരിക്കും, ലോകം കേൾക്കാത്തതായിരിക്കും, പക്ഷേ എല്ലാം ബൈബിൾ അധിഷ്ഠിതവുമായിരിക്കും. ഇത് മനസ്സിലാക്കുക. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഫെബ്രുവരി 5-ാം തീയതിയാണ് അടുത്ത സ്പിരിച്വൽ റിട്രീറ്റ്. നിങ്ങളേവരെയും അതിനായി ക്ഷണിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളിലൂടെ അനേകർ ഈ സത്യം തിരിച്ചറിയണം. അവർ ദൈവരാജ്യത്തിലെ പൗരന്മാരായി ദൈവമക്കളായി തീരുവാൻ, അതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ ആത്മീയമായ പ്രതിഫലം വലുതായി തീരുവാനും സഹായകരമായി തീരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. നിങ്ങൾ നാളടുത്ത് വരുന്തോറും നമ്മൾ പുറകിലേക്കല്ല പോകേണ്ടത്. ഓരോ നിമിഷവും ക്രിസ്തുവിൽ കൂടുതൽ ക്രിസ്ത്യാനിരൂപന്മാർ മുമ്പോട്ടേക്ക് പോകണം. ശത്രുക്കൾ അനവധിയുണ്ട്, എന്നാൽ എല്ലാ ശത്രുവിനെയും ജയിച്ച കർത്താവ് യേശു നമ്മോട് കൂടെയുണ്ട്. വി ക്യാൻ ഡു ഓൾ തിങ്സ് എവറിത്തിങ് ഇൻ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തനത്ത് us. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മളെപ്പോഴും ജയോത്സവം നടത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയാം. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.